കോന്തി. ഓ, ഒത്തിരി നാളായിട്ട് നമുക്ക് ഈ വലി മാത്രമേ ഉള്ളല്ലോ മിച്ചം. അല്ലെങ്കിൽ തന്നെ ഉടയാൻ വരാൻ നമുക്ക് വിധിച്ചിരിക്കുന്ന വലി 3: വലവലി, പുകവലി, പിന്നല്ലേ മറ്റേ അവസാനത്തെ വലി ഉണ്ടല്ലോ, വായുവലി. ആ അവസാനത്തെ വലി ഇനി നേരത്തെ തന്നായിരുന്നെങ്കിൽ കഷ്ടപ്പെടാതെ ജീവൻ അങ്ങ് എടുപ്പിക്കാമായിരുന്നു. അല്ല, നമ്മുടെ കൂടെ പണ്ട് വല വലിച്ചോണ്ടിരുന്ന ആ പീക്കർ റാണ ഇപ്പൊ വലിയ റാണ മുതലാളിയായി, ബംഗ്ലാവായി, കാറായി, ബോട്ടായി. അവൻ മുതലാളിയായത് എങ്ങനെയാന്ന് നിനക്കറിയാമോ? സ്മൈലിങ്ങോ? ആ, കള്ളക്കടത്ത്. നമുക്ക് അതേ ഇച്ചിരി സ്മൈലിങ് കിട്ടിയായിരുന്നു നമ്മൾ രക്ഷപ്പെടും. അയ്യോ, നമുക്ക് വേണ്ട. ചിലപ്പോ പുലിക്കുട്ടി കയറേണ്ടി വരും. റാണായൊക്കെ തപ്പി പുലിക്കുട്ടി കയറ്റുന്ന ലക്ഷണമാ. അത് പറയാനാണ് എന്റെ ഒരു മോള് കല്യാണ പ്രായമായിട്ട് വീട്ടിൽ കുത്തിയിരിക്കുന്നു. കയ്യിലാണ്, നാട് കാത്തില്ല. തന്നോട് ഞാനൊരു 1000 വട്ടം പറഞ്ഞു തന്റെ മകളെ ചൊല്ലി താൻ വിഷമിക്കേണ്ടത്. നിങ്ങൾ നോക്കിയാൽ എന്റെ മകൻ പുഷ്കരനുണ്ടല്ലോ, ജീവനോടുകൂടി ഇരിക്കുകയാണെങ്കിൽ തന്റെ മകൾക്ക് പുറവ് കൊടുക്കുന്ന അവനായിരിക്കും. അവനിങ്ങനെ ഫോട്ടോ പിടിക്കുന്ന ഒരു പെട്ടിയും തൂക്കിക്കൊണ്ട് ഊരുവിറ്റ് നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് എന്താ, ഊരുവിറ്റ് നടന്നോട്ടെ. അവനിപ്പോ പെർക്കനന്റാ. പെർക്കനന്റോ? ആ, നേരത്തെ ടെമ്പററി ആയിരുന്നു, ഇപ്പൊ പെർക്കനന്റാ, സ്ഥിരം. അവനിപ്പോ ഒരു ഫോട്ടോ കടയിൽ സ്ഥിരക്കാരനാ. ഓ, അത് ശരി. എന്റെ മകന്റെ എലിവേഷം ഒന്ന് കാണേണ്ടതാ. മിസ്റ്റർ, നിങ്ങൾ ഈ തീർക്കോലിയെ പോലെ തല നീട്ടിയാലേ ഫോട്ടോ കാണുമ്പോൾ വൃത്തികേടായിരിക്കും. സാറേ, മുഖത്തടിക്കാതെ. ആ, തല കുറച്ച് താഴ്ത്തു. കുറച്ച് താഴ്ത്തിയാ മതി എന്ന്. ആ, കുറച്ച് ഇങ്ങോട്ട്. അയ്യോ, ഇങ്ങോട്ട്. ഇത് രാവിലെ എവിടെ നിന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് വന്നു എന്റെ ഭഗവാനെ. എന്താ സാറേ, കൊച്ചുകുട്ടികളെ പഠിപ്പിക്കണോ ഞങ്ങളെ പഠിപ്പിക്കണോ? ഞങ്ങൾക്ക് ആശയട്ടല്ലേ, ഞങ്ങൾ പോയിച്ചു പോലെ ചെയ്യും. സാറി എടുത്തോ. ആ, ഞാൻ നോക്കട്ടെ. നിങ്ങൾ എന്താ ഈ ആവശ്യമില്ലാത്ത ശ്രദ്ധിക്കുന്നത്? നിങ്ങളുടെ വഴി നോക്കണം. എന്ത് വേണം? ഡ്രസ്സിംഗ് റൂം. ആ മുറിയിലേക്ക് പോകട്ടെ. ഇവിടെ ആ, സ്റ്റഡി. അനങ്ങരുത്. സ്റ്റഡി. ഫോട്ടോ എടുത്തോ സാറ്? അയ്യോ, എടുത്തു. അങ്ങനെ തരാൻ പറ്റുമോ? ഇതെടുത്ത് കഴുകണ്ടേ? ഓ, ഇപ്പൊ ഏകദേശം ഒരു രൂപം കിട്ടി. എന്നാ ചെന്നാട്ടെ, മാനേജർ തരും. ഒരു സംശയം തോന്നില്ല, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരും തോന്നുന്നു. എന്റെ ചരു 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 ഞാൻ കുഴപ്പത്തിലാണ് ചരു. പ്ലീസ് എന്നെ തരൂ തരൂ തരൂ. അയ്യോ ചരു, ഞാൻ കുഴപ്പമില്ല ചരു, പ്ലീസ്. അയ്യോ രാജേഷ്, ഒരു പോത്ത് കൊടു. हम तुम एक कमरे में बंद हो, ओ चाबी कोरा. ഹലോ, പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ സാറുണ്ട്. സാർ നമസ്കാരം, ഞാൻ പുഷ്കരാണ് സംസാരിക്കുന്നത്. സാറൊന്ന് ഇതുവരെ അത്യാവശ്യമായിട്ട് വരണം. കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറയാം സാർ. സാർ ഉടനെ വരണം സാർ. വരുമ്പോ ഒരു ചൂരലും കൂടി കൊണ്ടുവരണം. ഭാവന സ്റ്റുഡിയോ. ആ, എന്റെ ചരു ഹോഗാ ഹം തും ഏക് കമരേ മേ ബന്ദ് ഹോ, എന്റെ ചരു ഹോഗാ. ആ, വന്നാട്ടെ. ഫോട്ടോ എടുക്കുക. പിന്നെ ഡ്രസ് ശരിയല്ല, നാളെ എടുക്കാം. അയ്യോ, ഡ്രസ് നന്നായിരിക്കുന്നു, ഒരു കുഴപ്പമില്ല, ഇത് മതി. അയ്യോ തിരക്കുണ്ട്. അയ്യോ, ചായ കുടിച്ചിട്ട് പോകാം. അയ്യോ കാപ്പി മതി. സാരമില്ല, ഏതായാലും നല്ല ചൂടോടുകൂടി കിട്ടാൻ പോയി. ഇരുന്നാട്ടെ. നല്ല ചൂട്. ഇപ്പൊ സാർ, അച്ഛനമ്മമാര് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി പിള്ളേരെ പഠിക്കാൻ വേണ്ടി കോളേജിൽ അയക്കുന്നു. ഇവിടെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് വന്ന് ഭാര്യ ഭർത്താക്കന്മാരെ അഭിനയിച്ച് ഞങ്ങളുടെ ഡ്രസ്സിംഗ് റൂമിനകത്ത് കയറി പട്ടാപ്പകൽ ആവശ്യത്തെ പരീക്ഷ നടത്തുന്നു സാർ. നീക്കടാ. മധു. മധു. നിന്റെ പേരാണി? ഷാരു. ശാരദ. ശാരദ.
മീനൊന്നും ഇല്ലല്ലോ. ഇന്നൊന്നും കിട്ടിയില്ലയോ? നിങ്ങൾ ഇങ്ങനെ ദിവസവും മരുന്നയോട് കയറി വന്ന ഈ വീട്ടിൽ തീ പോകേണ്ടായോ? നീ ചെന്ന് മീനായിട്ട് വയലോട്ട് വീടി വെട്ടിക്കണ്ടിച്ച് നാളെ മുതലാളി കൊണ്ട് വിൽക്കാം. കേട്ടോ പപ്പിച്ചേട്ടാ? പിന്നെ അല്ല, ഞാൻ നാക്കെടുത്ത് പോയി ഈ മനുഷ്യൻ അങ്ങ് ദേഷ്യവാ. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു ചെറുക്കൻ എനിക്ക് ഉണ്ടായി പോയില്ലായിരുന്നു, ഞാൻ എന്റെ വീട്ടിലോട്ട് അങ്ങ് പോയേ. നീ അങ്ങോട്ട് ചെല്ലടി, നിനക്ക് കൊമ്പീശക്കാർ ആംഗ്ലമാരുണ്ടല്ലോ. നിങ്ങൾ രണ്ടും എപ്പോഴും വഴക്കടിക്കായിരിക്കണേ. എപ്പോഴും ഇങ്ങനെയാ പപ്പിച്ചേട്ടാ. കല്യാണ രാത്രി തന്നെ ഈ മനുഷ്യൻ എന്റെ ഒരു പല്ല് അങ്ങോട്ട് തുടച്ചു. നേരാ 18 വയസ്സായ പെമ്പിള്ളേരെ അടുത്തോട്ട് വിളിച്ചപ്പോ ഒരു നാണം ഒറ്റ അടിയും വെച്ചോളൂ കുറ്റി നോക്കി. ഞാൻ പാറുവിനെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായല്ലോ, ഇന്ന് വരെ ഞാൻ അവളുടെ ശരീരത്തിൽ പോലും ഒത്തോട്ട് നോക്കിയിട്ടില്ല. ആ അങ്ങനെ ആണുങ്ങള്. പണിക്ക് കരച്ചിലൊന്ന് നിർത്തടി, ചിരിയടി. വാ വാ. അവിടെ നിൽക്കാടെ, അവിടെ നിൽക്കാൻ. നാശം കിടക്കുവാണോ ഇതങ്ങ്? ഇവിടെ ആരുമില്ലയോ ഇതിന്റെ കാലയിലൊന്ന് പിടിക്കാൻ? അമ്പേ നാശം. എടി പതുങ്ങിപ്പാറുവേ, എടി പതുങ്ങിപ്പാറുവേ, ചുമ്മാ അല്ല നിന്നെ പതുങ്ങിപ്പാറൂന്ന് വിളിക്കുന്നത്. എടി നീ ആടിനെ കിടക്കുന്നോ അതോ ആട് നിന്നെ ഇട്ട് കിടക്കുന്നോ? ഇതോട് നോക്ക്, ഇങ്ങനെ വേണോ ആടിനെ കറന്നോ? കറന്നോ? ആട് നിൽക്കുന്നേക്കാൾ നീ കറന്നോണ്ടാ മതി. നീ കൂടെ വന്ന് കറന്നോ? ആ കറന്നോ, കറന്നോ. ദൈവമേ, ഈ ചൊരത്തിയ പാല് മുഴുവനും ഇതങ്ങ് വലിച്ചു കളഞ്ഞല്ലോ. അതെ, ഞാൻ കാലി മേപ്പോട്ട് പൊക്കി പിടിച്ചപ്പം പാലെല്ലാം അങ്ങ് തലേ കയറിക്കാണ്. തലേന്ന് പാലിറങ്ങട്ടെ എന്ന് നമുക്ക് ഇറക്കാം. ഇതാ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. മൃഗങ്ങൾക്ക് ഇത് സാധിക്കും, മനുഷ്യർക്ക് ഇത് സാധിക്കുമോ? നീ എവിടെ ഇനി പാർവേ, നീ ഒരു കാര്യം പറഞ്ഞോ? എന്നതാ? കല്യാണ രാത്രി തന്നെ കോന്തി മാണിക്കെ അട്ടിച്ചൊരു പല്ല് പറിച്ചെന്ന്. ആ, ഇത് എത്രയോ തവണ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇങ്ങനെയുള്ളൊരു ദേഷ്യക്കാരന്റെ മോനാണെന്നാണ് നമ്മുടെ മോളെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അയ്യോ, പുഷ്കരൻ അങ്ങനൊന്നും ഉള്ളവനല്ല. ആ പുഷ്കരൻ അങ്ങനെ മുഷ്കു വല്ലതും കാണിച്ചാ ഞാൻ അടുത്തവന്റെ പല്ല് പറിക്കുവാ. ചേടാ, കല്യാണ നിശ്ചയം കഴിഞ്ഞില്ല, ചെറുക്കനെങ്ങാണ്ടോ കിടക്കുന്നു, പെണ്ണെങ്ങാണ്ടോ കിടക്കുന്നു. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് ചൂടാകുന്നത്? നിങ്ങൾ പെണ്ണിന് കൊടുക്കാനുള്ള സ്വീകരണത്തൊക്കെ ഉണ്ടാക്കാൻ നോക്ക്. ആ പെണ്ണാളോളെന്തിയേ? അവളഞ്ചാറ് കക്കാവാരാൻ പോയി. എടി പെണ്ണാളെ, പെണ്ണാളെ. അപ്പോഴേ പെണ്ണാളെ, പറഞ്ഞു തീർന്നില്ലല്ല. നിനക്ക് ആ പുഷ്കരം പ്രേമക്കത്തുകളൊക്കെ അയക്കാറുണ്ടാ? അയ്യോ പിന്നെ, ചേച്ചിക്ക് കാണണോ? ആ അയ്യോടി, ഇത് നനയത്തില്ലേ? ആത്മാർത്ഥയുള്ള ഒരു കത്തെഴുതിയാൽ നനയത്തില്ല, തീയിലിട്ടാൽ കരിയത്തുമില്ല. എന്താ ചേച്ചി വായിക്കുന്നേ? എന്താണെന്നാ? കുന്തം. പ്രേമക്കത്ത് കണ്ടപ്പോ ചക്കര കൊടുത്ത ഈച്ച പറ്റുന്ന പോലെ ഇനി വന്നല്ല. മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല. പോടി, പോയി കക്കാവാർന്നടി, പോടി. എന്റെ സ്നേഹമുള്ള പെണ്ണാളെ, നിന്നെ സ്വപ്നം കണ്ട് കണ്ട് എന്റെ ശരീരവും മനസ്സും മരവിച്ചു. അടുത്ത കാർത്തിക മഹോത്സവത്തിന് കൊടിയേറ്റിന് ഞാൻ അവിടെ വരും. നമുക്കൊരുമിച്ച് വേണം ഉത്സവം കാണാൻ പോകാൻ. എന്റെ ശ്രാന്തി, എനിക്കിതുപോലൊരു കത്തയച്ചു തരാൻ തനിക്ക് കഴിയുന്നില്ലല്ലോടാ കാലമാടാ. എന്താ ചേച്ചി കരയുന്നേ? എന്റെ പെണ്ണാളെ, നിന്റെ പുഷ്കരനെ പോലെ എനിക്കും ഒരു കാമുകനുണ്ടായിരുന്നു. അയാൾ ഈ കായലിൽ കൂടെ ബോട്ട് ഓടിച്ചുകൊണ്ട് നടന്ന ഒരു ശ്രാങ്കായിരുന്നു. അപ്പോൾ കാർത്തിയാനി ചേച്ചി ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല അല്ലേ? കഴിക്കാമെന്ന് പറഞ്ഞ് അയാൾ എന്റെ കൂടെ നടന്നു. അയാളുടെ പേരെന്താ? അയാൾ ഓടിച്ചിരുന്ന ബോട്ടിന്റെ പേര് തന്നെയാ അയാളെയും വിളിച്ചിരുന്നത്, ബഹദൂർ ശ്രാങ്ക്. ചേച്ചി, ചൗടിപ്പാച്ചൻ, ചൗടിപ്പാച്ചൻ. പെണ്ണുങ്ങളെ,
പിന്നെ കക്കളൊക്കെ ഉണ്ടോ? ആ കുറേശ്ശെ ഉണ്ട്. ആ പിന്നെ വാരത് കക്കളൊക്കെ എനിക്ക് തരണം കേട്ടോ. റാണാമ്പലയുടെ കമ്പനിന്ന് മുൻകൂർ രൂപ വാങ്ങിയിട്ട് ഞങ്ങള് കക്ക വരുന്നത്. വരുന്ന കക്ക എല്ലാം റാണാമ്പലയുടെ കമ്പനി കൊടുക്കണം. ഓഹോ, അപ്പൊ നിങ്ങൾ വാരുന്ന കക്ക മുഴുവൻ റാണാ മുതലാളിക്ക് മാത്രമേ കൊടുക്കൂ. ഇതങ്ങ് കഴിച്ച്. അയ്യോ എനിക്ക് വേണ്ട. നിനക്കെന്താ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാനാണ് റൗഡിപ്പാച്ചൻ. 2 പെണ്ണുങ്ങളെ 6 ആണുങ്ങളെ ഒരൊറ്റ കുത്തിനെ കൊന്നിട്ട് 2 തൂക്കിക്കൊല, 2 ജീവപര്യന്തം, 2 കരുതളവ്, ഇത്രയും ശിക്ഷിച്ചിട്ട് ഉറിപോലെ ഇറങ്ങി പോന്നവരാണ് ഈ റൗഡിപ്പാച്ചൻ. ചാകാനാണെങ്കിൽ എത്രയോ സമയം ചാകാമായിരുന്നു. ഇത് കണ്ടോ ഒരു കുത്ത. പിന്നെ നിങ്ങളോടൊക്കെ എനിക്ക് യാതൊരു വൈരാഗ്യമില്ല കേട്ടോ. പാച്ചന്റെ കമ്പനി അറിയാമല്ലോ, പാച്ച കമ്പനി. വല്ലപ്പോഴും ഒക്കെ അത് ഇറങ്ങിയും കേറിയും ഒക്കെ പോയാ നിങ്ങൾക്കൊക്കെ കൊള്ളാം. ഞാൻ കാത്തിരിക്കും. വരാതിരിക്കല്ലേ വെള്ളാളെ. എടാ ചട്ടമ്പി, പുഷ്കരൻ ചേട്ടൻ ഇങ്ങ് വരട്ടെ, നിന്റെ കരനെ കുറ്റിക്ക് 2 തെരയിക്കാം. എന്റെ മോന്റെ ഈ പോട്ടം കണ്ട ഏത് പെണ്ണാണ് ഈ വലിച്ചു കീറി തിന്നാത്തത്? നീ ഒന്ന് നോക്കിക്കേ. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നത് തെക്കേക്കാരെന്തോ സ്ത്രീധനം തരുമെന്ന്. ഓ, തെക്കേക്കാർ എന്ത് തന്നാലും മതി. ആ പെണ്ണാണ് നമ്മുടെ ചെറുക്കിന് പറ്റിയ പെണ്ണ. അമ്മച്ചി എന്താ മോളെ? ആ രൗഡിപ്പാട്ട് ഞങ്ങളായിട്ട് ഓടിച്ചു. അത്രേ ഉള്ളോ? സാരമില്ല. അവൻ ഈ പെമ്പിള്ളേരെന്ന് പറഞ്ഞ ഒരു പ്രാന്ത. അവന്റെ തന്ത അങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ പറഞ്ഞു പുഷ്കരൻ ചേട്ടൻ ഇങ്ങ് വരട്ടെ, നല്ല ഇടി വെച്ച് തെരയിക്കുവാൻ. പറഞ്ഞോ മിടുക്കി. മോളെ നീ ഇതൊന്ന് നോക്കിക്കേ. എന്റെ പൊന്നുകിളിയെ ഞാൻ വിചാരിച്ചു നീ വരില്ലെന്ന്. മോഹൻ എനിക്കെന്തോ പേടി തോന്നുന്നു. ആദ്യമൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കും, പോകും തോറും എല്ലാം ശരിയാവും. ഇതെല്ലാം ശരിപ്പെടുത്താവുന്നേ. പരീക്ഷയ്ക്ക് ശരിക്കും എഴുതിയും എഴുതിന്ന് മാത്രമല്ല ഫസ്റ്റ് ക്ലാസ് കിട്ടും. മോഹനോ? യാതൊരു ലക്ഷ്യമില്ല. നമ്മുടെ വിവാഹം നടന്ന് കിട്ടുന്നത് വരെ ഈ തലയ്ക്കകത്തൊരു ചുക്കം കയറിയില്ല. 2 ജാതിക്കാരായി നമ്മുടെ വിവാഹം എങ്ങനെ നടക്കാനാ? അതിനല്ലേ മിശ്ര വിവാഹ സംഘടന, ഹൈക്കോടതി, പോലീസ് സ്റ്റേഷൻ. നേരാണോ മോഹൻ? നേരാണ്. എന്റെ കയ്യിലെടുത്ത് സത്യം ചെയ്യും. കവളെടുത്ത് സത്യം ചെയ്യും. സത്യം. ഈ ജന്മം എന്റെ ശീലയല്ലാതെ മനസ്സാ വാച കണ്ട 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 കൈ വരയ്ക്കുന്നുണ്ടോ, പേർക്കുന്നുണ്ടോ പ്രേമത്തിന്റെ ചൂട്. മനസ്സാ വാച കമ്മണ ഞാൻ മറ്റാരെ വരയ്ക്കുന്നല്ല. കരയാതെ മോഹൻ. മോഹൻ, നമ്മളെ 2 ആളുടെയും കൂടി ഒരു ഫോട്ടോ എടുക്കൂ. എനിക്ക് കല്യാണ രാത്രി വരുന്ന കാണാൻ. അവിടെ തന്നെ ഇരുന്നോ മക്കളെ. ക്യാമറ തിരിച്ചു വെച്ചിരിക്കണോ? അത് തിരിച്ചു വെച്ചാലും കിട്ടിക്കോളൂ. ചിരിച്ചോ. സാറ് എന്റെ കല്യാണത്തിന് വരണം. തീർച്ചയായും വരാം. പുഷ്കരന്റെ പെണ്ണിന്റെ വീട് എവിടെയാണ്? പെണ്ണ് എന്റെ അയൽവകത്തുള്ളതാ. ഞങ്ങള് കൊച്ചിലെ കുറച്ച് സ്നേഹത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്നും തിരിഞ്ഞു പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അല്ല, അവിടെ വല്ല ഫോട്ടോ സ്റ്റുഡിയോ മറ്റോ ഇട്ട് അങ്ങനെ കഴിഞ്ഞുകൂടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഈ റോളിന് ഡെവലപ്പ് ചെയ്ത് 3 കാപ്പി വേണം. എന്നാ ഫിലിം തന്നാട്ടെ. വന്നാട്ടെ. എന്റെ സ്നേഹമുള്ള പെണ്ണാളെ, അയച്ച ഫോട്ടോയും കത്തും കിട്ടിക്കാണുമല്ലോ. ഇനി അധിക ദിവസം ഫോട്ടോ നോക്കിയിരിക്കേണ്ടി വരില്ല. ഞാൻ ഉടനെ പുറപ്പെടുകയാണ്. വന്നാൽ ഏറ്റവും അടുത്ത ദിവസം നമ്മുടെ വിവാഹം നടത്താം. കായൽക്കരയിലുള്ള നമ്മുടെ ക്ഷേത്രനടയിൽ വെച്ചായിരിക്കും നമ്മുടെ വിവാഹം. പണ്ടൊരിക്കലെ പോലെ പൂനിലാവത്ത് തോണിയും തുഴഞ്ഞു വേണം നമ്മുടെ ആദ്യത്തെ രാത്രി. എടാ പപ്പോയി, സ്ത്രീധനത്തെ ചൊല്ലി നീ വിഷമിക്കണ്ട. ഏതായാലും നമ്മൾ 2 കൂട്ടരും അടുപ്പേ തീ വയ്ക്കാൻ വകയില്ലാത്തവരാ. കല്യാണം അങ്ങോട്ട് നടക്കട്ടെ.
അത് മാത്രമല്ല തീയുള്ള കാലം ഉണ്ടല്ലോ. ശ്രീധരത്തെ പറ്റി വെളിക്കങ്ങാൻ മിണ്ടിപ്പോയാ കയ്യെ മറ്റതാ. എടാ പോരാ, ഇത് നമ്മള് പാവത്തിങ്ങളെ കളിപ്പിക്കാനായിട്ട് ആരാണ്ട് പറഞ്ഞുണ്ടാക്കിയൊരു ഏർപ്പാടാ. അതെയോ? പണക്കാരുണ്ടല്ലോ ഇപ്പോഴും സ്ത്രീധനം വാങ്ങിക്കാറുണ്ടോ? ഞങ്ങളുടെ പെണ്ണിനെ അങ്ങനെ വെറുതെ ആരും കല്യാണം കഴിക്കണ്ട. പിന്നെ മനുഷ്യന്റെ കാര്യം നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നെന്ന് ആർക്കും പറയാനൊക്കത്തില്ല. ഈ സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് എന്റെ പെണ്ണ് അപ്പുറത്ത് കിടന്ന് കണ്ണുനീര് കുടിക്കുന്നത് കാണാൻ കൊക്കിനുമേ ജീവനോടത്തോളം കാലം എനിക്കും ഒക്കെ സാധ്യമല്ല. അതൊന്നും ഞങ്ങൾ പറയത്തില്ല. കടവും വിലയും വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാ. പിന്നെ നിങ്ങൾക്ക് തന്നേ പറ്റത്തുള്ളൂ നിർബന്ധമാണെങ്കിൽ ഞങ്ങൾ വേണ്ടാന്നിട്ട് പറയുന്നുമില്ല. ഇവിടെ കോന്തി, നീ പറഞ്ഞതുപോലെ മേളം 4-ാം തീയതി തന്നെ കല്യാണം അങ്ങ് നടത്താം. നല്ലൊരു മുഹൂർത്തം ഉണ്ട് അന്നേക്ക്. പുഷ്കരൻ എന്നാ വരുന്നേ? പുഷ്കരൻ എന്ന് വരുന്ന തോന്നുന്നത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ഇവിടെ ഉണ്ണാനെത്തുവന്ന് പറഞ്ഞില്ലയോ? അവൻ എപ്പോഴാ വരുന്നെന്നുള്ളത് അവൾക്ക് നല്ല നിശ്ചയമാണ്. അവിടെ നിന്ന് അവിടെ നിന്നടി അവിടെ നിന്നടി. അയ്യോ അയ്യോ ശ്വാസം മുട്ടുന്നല്ല. അയ്യോ കാർത്തേനി കൂടുതൽ എന്നതാ ഫെർണാണ്ടിസ് മാപ്പിളെ? എന്റെ പേഴ്സ് പേഴ്സാ? തന്റെ പേഴ്സ് എന്റെ കയ്യിലാണോ ഇരിക്കുന്നത്? കാർത്തേനി വേറെല്ലാം മനസ്സിലിരിക്കട്ടെ. എന്റെ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കാനുള്ള 100 രൂപ ശമ്പളം കിട്ടിയിട്ട് എന്റെ നയാ പൈസ പോലും ഞാൻ അതിനകത്ത് എടുത്തിട്ടില്ല. എന്റെ രാമനാരായണ, എടോ ഞാൻ റാണാമലാലയുടെ വീട്ടിലോട്ട് വന്ന് കക്ക ഇറച്ചി കൊടുത്ത് താൻ എന്റെ കയ്യില് 6 രൂപ 10 പൈസ തന്നു. ഞാൻ അതും പോന്നു. പിന്നെ താൻ എന്നോട് രൂപ എവിടുന്നാണോ ചോദിക്കുന്നത്? പേഴ്സ് അവിടെ വെച്ചിട്ടാണ് ഞാൻ അകത്തേക്ക് പോയത്. തിരിച്ചു വന്ന് നോക്കുമ്പോ പേഴ്സ് കാണാനില്ല. ഉരിയടി നന്നൊന്ന് കൊല്ലും എന്റെ കക്കാറച്ച് നന്നെ ഉരിയടി ഉരിയടി ഉരിയടി. നോക്കടാ നോക്ക്, എല്ലാം നോക്ക്. നോക്കടോ എവിടെ ഇരിക്കുന്നത് തന്റെ ഉലുവ? നോക്ക്. എന്റെ കർത്താവ് എന്റെ പേഴ്സ് അവിടെ പോയി. കാർച്ചാനയുടെ കൈയോടെ ചൂടാൻ അറിഞ്ഞിട്ടില്ല. വന്നിരിക്കുന്ന ഉലുവ ഓട്ടിച്ചെന്നും പറഞ്ഞു. പിടിക്ക് പിടിക്കോ പിടിച്ചതാ നോക്ക്. അയ്യോ കർത്താവേ എന്റെ പേഴ്സ് കിട്ടി. എന്റെ കർത്താവേ എന്റെ രൂപ കിട്ടി. അയ്യോ തന്റെ പേഴ്സ് എങ്ങനെ ഇതിനകത്ത് വന്ന്? മാനത്തുന്നെങ്ങാനും പൊട്ടി വീണ? എന്റെ രൂപ എടി എടി ഇതിനകത്തിരുന്ന രൂപ എന്തേടി? എടി ഇതിനകത്തിരുന്ന രൂപ ഞാനങ്ങ് തന്റെ ഒരു വേണം എടുക്കാൻ വന്നിട്ടില്ല. എന്റെ 100 രൂപ എടി കള്ളിക്കാർത്തേനി. അല്ലേ ഇത് വലിയ അതിശയമായിരിക്കുന്നല്ലോ. തന്റെ രൂപ എങ്ങനെ എന്റെ തലേ വന്നു? എടി ഇപ്പൊ ഞാൻ നിന്നെ കൊല്ലുവടി. ഇപ്പോഴത്തെ കാലം നിനക്ക് അറിയാമല്ലോ. ഞാൻ ഫെർണാണ്ടിസ് മാപ്പിളെ ഒന്ന് കളിപ്പിക്കാനായിട്ട് എടുത്തതല്ലായിരുന്ന. 2 മീൻ പഴയായിട്ട് കിടക്കട്ടെ. ഒരു 2 മീനിങ് തന്നിട്ട് പോന്ന്. ഒറ്റ മകനല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് അവനെ പുന്നാരിച്ചു. എന്നിട്ട് 1000 കൊടുത്താലും ബാക്കി വരൂല, 2000 കൊടുത്താലും ബാക്കി വരൂല. എന്തൊരു ചെലവാണിത്? എന്താടാ? കൊടുത്ത പണം മുഴുവൻ ചെലവായി പോയി എന്ന് പറയാൻ പറഞ്ഞു കൊച്ചുമുതലാളി. എങ്ങനെ ചെലവായെന്ന് ചോദ്യം. എന്റെ ബില്ലിങ് വാങ്ങിച്ചോണ്ട് വാ. ചെലവായി ബിൽ. ഇതെന്തോന്നാ? അത് ഒരു ക്യാമറ വാങ്ങിയത് 2000 രൂപ. ഇതോ? അതൊരു ടേപ്പ് റെക്കോർഡർ വാങ്ങിയത് 7000 രൂപ. ഓഹോ. ഇതോ? അതൊരു കുപ്പി സ്കോച്ച് വിസ്കിയും ഫോറിൻ ബ്രാൻഡിയും വാങ്ങിയത് 500 രൂപ.
അപ്പോ നീ പരസ്യമായി കുടി തുടങ്ങി? രഹസ്യമായി കുടിക്കണമെന്ന് വിചാരിച്ചാണ് ബില്ല് കാണിക്കാതിരുന്നത്. അച്ഛൻ സമ്മതിക്കണ്ടേ? ഞാൻ പണമുണ്ടാക്കിയതിന്റെ ബുദ്ധിമുട്ട് നിനക്ക് മനസ്സിലാവുകയില്ല. ഞാൻ നിന്നെപ്പോലെ ധൂർത്തളിച്ചിരുന്നുവെങ്കിൽ, കുടിച്ചിരുന്നുവെങ്കിൽ ഈ കായക്കരയിൽ ഒരു ചീനവലയും നീയും മാത്രമേ എനിക്ക് ബാക്കിയുണ്ടായിരിക്കുകയുള്ളൂ. ശരിയാണ്. പക്ഷേ അച്ഛൻ സമ്പാദിച്ച സ്വത്ത് മുഴുവൻ ഉടനെ ഞാൻ ചെലവാക്കി തീർത്തില്ലെങ്കിൽ ഗവൺമെന്റ് എടുത്തുകൊണ്ട് പോകും. അച്ഛൻ ചങ്ക് പൊട്ടി മരിക്കുകയും ചെയ്യും. അതിനേക്കാൾ നല്ലതല്ലേ ഞാൻ. ഓഹോ, അത് ശരി. അപ്പോ ഞാൻ മരിക്കാതിരിക്കാൻ വേണ്ടിയാണ് നീ ഇങ്ങനെ ധൂർത്തളിക്കുന്നതും കുടിക്കുന്നതും കണ്ട അഭിസാരികളുമായി ഉല്ലാസയാത്ര ചെയ്യുന്നതും അല്ലേ? അച്ഛാ, എനിക്ക് 26 വയസ്സായി. ആവശ്യത്തിൽ കൂടുതൽ ആരോഗ്യം. അവിവാഹിതൻ. നീ എന്തുകൊണ്ട് വിവാഹം ചെയ്യുന്നില്ല? എത്ര വിവാഹാലോചനകൾ നിനക്ക് ഞാൻ കൊണ്ടുവന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണ് അച്ഛൻ കൊണ്ടുവന്നില്ല. ലക്ഷക്കണക്കിന് പണമുള്ളവരെയാണ് അച്ഛൻ തേടി പോകുന്നത്. ഓഹോ, അപ്പൊ നീ പണക്കാരന്റെ വീട്ടിലെ പെണ്ണിനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ല അല്ലേ? എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ പെണ്ണ് എന്റെ മനസ്സിന് ഇണങ്ങുന്നതായിരിക്കണം. ഒരു കാര്യം ചോദിച്ചോട്ടെ, അമ്മയ്ക്ക് സൗന്ദര്യമില്ലായിരുന്നെങ്കിൽ അച്ഛൻ അമ്മയെ വിവാഹം കഴിക്കുമായിരുന്നോ? ശരി, നീ പൊയ്ക്കോ. ഒരു എഴുത്ത്. ആരാടാ ഈ പപ്പു? ഗവർണർ? കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തരാൻ പറ. എന്താ വരാൻ പറഞ്ഞോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ തന്നോട് വിവരം എന്താ വെച്ചാൽ എഴുതി തരാൻ. അയ്യോ, പപ്പുവിനെ ഓർപ്പിക്കാഞ്ഞിട്ടാ കേട്ടോ. ഞാനും റാണാമൊരാളിയും ചേർന്ന് മുറിവീടിയും വലിച്ച് കള്ളും കുടിച്ച് ചീനവലയും വലിച്ച് നടന്നവരാ. റാണാ മുതലാളി പണ്ട് ചീനവല വലിച്ചു വിവരമൊന്നും ഇവിടെ പറയണ്ട. 3 ചത്ത് തന്നെ മോളെ. അങ്ങനെ തന്നെ എഴുത. റാണാ മുതലാളിക്ക് പണ്ട് ഒരുമിച്ച് ചീനവലയും വലിച്ച് മുറിബീടിയും വലിച്ച് കള്ളും കുടിച്ച് നടന്ന പഴയ സ്നേഹിതൻ പപ്പു എഴുതുന്നവ നേരിട്ട് കണ്ട് ഒരു കാര്യം പറയാനുണ്ട്. മതിയോ? എന്ന് ചെറുപ്പകാലത്തെ സ്നേഹിതൻ പപ്പു. മോളെ, ആ 3 പേരും അവിടെ നില്ലേ. ഞാൻ പോയി ചീട്ട് കാണിച്ചിട്ട് വരാം. ചെറുപ്പത്തിൽ ചീനവല വലിച്ച് നടന്ന പഴയ കൂട്ടുകാരൻ പപ്പു. എന്തിനാണ് നീ വാങ്ങിക്കൊണ്ടു വന്നത്? ഇതവന്റെ ഒരു സ്റ്റൈലായിരിക്കും. എന്നാലേ ഇത് എന്റെ ഒരു സ്റ്റൈല. എന്താ സ്റ്റൈലാ? എന്നാ ഇതുപോലെ 2 എണ്ണം അവന്റെ കർണക്കുറ്റി നോക്കി നീയും സ്റ്റൈലായിട്ടങ്ങ് കൊടുത്തേരെ. ഒത്തിരി നേരമായല്ലോ, കാണുന്നില്ലല്ലോ. റാണാമൊതലാളി തന്നെ നേരിട്ട് വന്ന് നമ്മളെ സ്വീകരിക്കാനേ ഉടുപ്പും ഉണ്ട് മാറുവായി. ഇപ്പൊ എന്താ പറഞ്ഞു? ഇപ്പൊ അതെ സ്റ്റൈലായിട്ട്. അയ്യോ 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 അയ്യോ. എന്താണിത്? കൊച്ചുമലയാളി വലിയ മലയാളി ഒന്ന് കാണണമെന്ന് പറഞ്ഞതിനെ തല്ലി കൊല്ലാൻ പോന്നു. തല്ലിയോടാ? തല്ലി. എന്തിന്? വലിയ മലയാളി പറഞ്ഞു ഇയാളെ തല്ലാൻ. അച്ഛൻ പറഞ്ഞതല്ലേ? മൂപ്പിന്നെ വരൂ. അതൊന്നും അറിയണം. ഇവിടെ നിൽക്കുന്നു. ഫെർണാണ്ടസിനെ കൊണ്ട് അച്ഛൻ ഇയാളെ തല്ലിച്ചോ? അതിരിക്കട്ടെ, നീ എന്തിനാണ് ചോദിക്കാതെ എന്റെ മുറിയിൽ കയറി വന്നത്? ഓഹോ, അങ്ങനെ അച്ഛൻ്റെതായ ഒരു മുറി ഇവിടെ ഉണ്ടോ? അയ്യോ മുതലാളി, പപ്പു മുഖാന്തരം അച്ഛനും മോനും കൂടി ഇങ്ങനെ വഴക്കുണ്ടാക്കരുത്. മുതലാളി ഇങ്ങോട്ട് നോക്കിയേ, പഴയ കൂട്ടുകാരൻ പപ്പുവിനെ ഓർമ്മിക്കുന്നില്ലേ? എനിക്ക് പോകുന്നുണ്ടോ ഇവിടുന്ന്? നിങ്ങൾ എന്തിനാണ് അച്ഛനെ കാണാൻ വന്നത്? എന്റെ മകളുടെ കല്യാണത്തിന് വസ്തു ഈട് വെച്ച് കുറച്ച് പണം കടം ചോദിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ, അത്രേ ഉള്ളൂ. വന്നാട്ടെ. ഏതായാലും പപ്പുചേട്ടൻ ക്ഷമിക്കൂ. അച്ഛനെന്തോ മുൻകോപം കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. കുഞ്ഞിന്റെ വർത്തമാനം കേട്ട് എന്റെ മനസ്സങ്ങ് തണുത്തു. പപ്പുചേട്ടന്റെ മകളുടെ വിവാഹത്തിന് എത്ര രൂപ വേണം? 1000 രൂപ എങ്കിലും വേണം. ഓഹോ,
ആ പണം ഞാൻ തരാം. അയ്യോ, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? ഞാൻ കിടങ്ങ് നടന്നു പോക്കോളാം. വേണ്ട, ഞാൻ നിങ്ങളെ കാറിൽ കൊണ്ടു. അയ്യോ, കാറൊന്നും വേണം, ഞങ്ങൾ നടന്നു പോകാം. സാരമില്ല. ഡ്രൈവർ, കാർ കൊണ്ടാ. സൂക്ഷിച്ച്. നീ ഏത് ബോട്ടിനാ അവനെ വന്നത്? ഞാൻ ഇപ്പോഴുള്ള ബോട്ടിൽ. ജോൺ മത്ത ഇല്ലയോ? അതെ. ഓ വരുന്നു നമ്മുടെ പാച്ചൻ, റൗഡി പാച്ചൻ. അവനൊരു പിഴയാടാ വന്നു. അല്ല, ഇതാരാ പാച്ചൻ ചേട്ടനോ? എടാ, നീ ആളങ്ങ് മാറിപ്പോയല്ലോ. വെളുത്ത് തടിച്ച് ചുവന്ന് സുന്ദരനായി പോയല്ലോ. ചുമ്മാ അതല്ല, മാറുന്നു. പൊതി കിട്ടും. മതി പറഞ്ഞത്. വാ പോകാം. എടാ പാച്ച, നീ നാട്ടിൽ നടന്ന എന്ത് കൊളരായ്മ വേണമെങ്കിൽ കാണിച്ചു. പക്ഷെ നിനക്ക് ആ പെണ്ണാളെ കാണുമ്പോ മാത്രം എന്തിനാ ഇതിന് മാത്രം കുന്നായ്മ? പെണ്ണാളെ എന്ത് ചെയ്തു? ഞാൻ ഒരു 5-6 കൊല ചെയ്തു. ശിക്ഷ കഴിഞ്ഞ് മടങ്ങി വന്നേ പിന്നെ കാണുന്നവർക്കൊക്കെ എന്നെ ഭയങ്കര പേടിയാ. പ്രത്യേകിച്ച് ഈ പെൺപിള്ളേർക്ക്. പല വീട്ടിലും കയറി മര്യാദയ്ക്ക് ഞാൻ പെണ്ണ് ചോദിച്ചു നോക്കി. ആരും ഒട്ട് തരുന്ന മട്ടുമില്ല. കാണുന്ന പെണ്ണുങ്ങളോടൊക്കെ ഒരു അല്പം വർത്തമാനം പറയും. അതിനെനിക്ക് എന്താ ഒരു കുറവ്? വയസ്സ് 35 ആയിട്ടുള്ളൂ. പാച്ചൻ ചേട്ടനെ ഞാൻ പിന്നെ കണ്ടോളാം. വലിയ ഉപകാരം. നമസ്കാരം. അതത്ര വലിയ കാര്യം മറ്റാണോ? അയ്യോ വേണ്ട, ഞാൻ പീടിയെ വലിക്കത്തുള്ളൂ. 3-5 ആണിത്. ആ, എന്നാ ഒന്ന് നോക്കാം. ഇതാ. അയ്യോ, മുഖം അങ്ങ് പൊള്ളിപ്പോയല്ലോ. മൂപ്പിലേ, ഈ പാക്കറ്റ് ഇരിക്കട്ടെ. ഞാനൊരു കാര്യം മറന്നു. ഈ പെണ്ണിന്റെ പേരെന്താണ്? പെണ്ണാളെന്നാ എന്റെ പേര്. വീട് എവിടെയാണ്? ഓ, ആ കാണുന്ന കായലിൽ അങ്ങ് കരയ്ക്കാ. ഒന്ന് സ്വല്പം ഇങ്ങോട്ട് മാറുന്നില്ല. ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. അങ്ങോട്ട് നേരെ നിന്നു കൊടുക്കുമോളെ. അവൾ അങ്ങനെ അങ്ങ് നിന്നിട്ടുള്ളവളല്ല. ഒന്ന് വലത്തോട്ട് മാറുന്നില്ല. സ്വല്പം. വെരി ഗുഡ്, അത് മതി. ചിരിച്ചേ, നല്ലപോലെ ചിരിക്കൂ. നല്ലപോലെ. ഓക്കെ. വരട്ടെ. ഓ, നമസ്കാരം. അല്ല, പപ്പുച്ചേട്ടനും പെണ്ണാളുമില്ലേ ഇവിടെ? ഒരനക്കവും കേൾക്കുന്നില്ലല്ലോ. അല്ലേ, അത് നീ അറിഞ്ഞില്ലയോ? പപ്പു പിന്നെ റാണാമോയാളുടെ വീട്ടിൽ പോയിരിക്കുക. നിനക്ക് സ്ത്രീധനം തരാൻ വേണ്ടി വസ്തു പണയപ്പെടുത്താൻ. സ്ത്രീധനമോ? എന്തിനാ ഇതൊക്കെ ചോദിക്കാൻ പോകുന്നത്? ഇവന്റെ വർത്തമാനം കേട്ടില്ലയോ? എടാ മോനെ, ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു വേണ്ട വേണ്ടെന്ന്. ഓ, സ്ത്രീധനം തരാതെ കല്യാണം കഴിക്കാൻ അവർക്ക് കുറച്ചില്ല പോലും. വന്നല്ലോ. മോനെ പുഷ്കര, നീ അയച്ചെന്ന ഫോട്ടോയില് മീശ ഉണ്ടായിരുന്നു. മോളെ മീശ ഉണ്ടായിരുന്നു. പിന്നെ അവള് മീശയിലോട്ടാ നോക്കിയത്. മീശയൊക്കെ അവിടെ നിൽക്കട്ടെ, നീ പോയ കാര്യം എന്തായി? എടാ കോന്തി, പപ്പു പറഞ്ഞതാ താനൊരു സിഗരറ്റ് വലിക്കേ. ഇതേ നമുക്ക് എല്ലാവർക്കും കൂടെ വീട്ടിലോട്ട് പോയി തീരെ നിശ്ചയിക്കാം. എന്നാ വാ. പെണ്ണുങ്ങളും നടന്നോളൂ. നീ എന്തിനാ പെണ്ണാണത്തിന് മണിപ്പടിച്ചു കൂട്ടിയത്? ഞാനോ? ഞാൻ എടുത്തില്ല പാച്ചൻ ചേട്ടാ. നിന്നെ തിരക്ക് ഏമാനം വന്നിരുന്നു. അയ്യോ, നീ പേടിക്കൊന്നും വേണ്ട, ഞാനതെല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. ഒരു കാർത്തിയാനി, നീ എന്തിനാടി അത് ചൂണ്ടിയത്? എന്റെ പാച്ചൻ ചേട്ടാ, എനിക്കൊരാളുണ്ടായിരുന്നു, ബഗദൂർ ശ്രാങ്ക്. അയാളിപ്പം എടമനക്കാട്ട് ബോട്ടിലാണെന്നാ കേട്ടത്. അയാളെ ഒന്ന് കാണാൻ പോകാൻ എന്റെ കയ്യിൽ കാശില്ലാതെ വിഷമിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പേഴ്സ് എന്റെ കയ്യിൽ വന്ന് വീണത്. അയ്യോ പാവം കാർത്തിയാനി, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ നിന്റെ ശ്രാങ്കിനെ കൊണ്ടുതരാം.
പാച്ചൻ ചേട്ടന് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. ആ ഇപ്പൊ മടിയിൽ എന്തുണ്ട്? ഏട് കർദ്യാനി ചെല്ല്, ഞാൻ പോയി നിന്റെ സ്നാക്കിനെ ഇവിടെ കൊണ്ടുതരാം. അഥവാ അവൻ വന്നില്ലെങ്കിൽ നിന്നെ ഞാനും കല്യാണം കഴിക്കാം. അത് വേണ്ട പാച്ചൻ ചേട്ടാ. ഏതായാലും നീ ചെല്ലേ. എടാ, ഒരു പെണ്ണും എന്നെ കല്യാണം കഴിക്കുകയല്ലേ? ആ പെണ്ണുങ്ങളെ അങ്ങനെ പോവാതെ പാച്ചിന് കൊടുക്കാതെ കൊടുത്തിട്ട് പോ. പാച്ചൻ ചേട്ടന്റെ ഈ ചുങ്കം പിരിവത്ര നല്ലതല്ല. ഈ അക്രമം ദൈവം പൊറക്കില്ല കേട്ടാ. വേണ്ട, പാവപ്പെട്ട മീൻകാരി പെണ്ണുങ്ങളെ ഇങ്ങനെ പറ്റിച്ച് തിന്നാലേ തലയിൽ ഇടിവെട്ട് കൊള്ളൂ. കൊള്ളട്ടെ. ഇടി, മത്സ്യം ദൈവത്തിന്റെ അവതാരമാണ്. നിങ്ങൾ വല വെച്ച് ദൈവത്തെ പറ്റിച്ച് ജീവിക്കുന്നു. ഞാൻ നിങ്ങളെ പേടിപ്പിച്ച് ജീവിക്കുന്നു. മനസ്സിലായോ? ഇങ്ങനെ ആളുകളെ പറ്റിച്ച് കാശുണ്ടാക്കിട്ടെ പാച്ചനെ ആർക്ക് കൊടുക്കാനാ? അമ്മയും ഇല്ല, അച്ഛനും ഇല്ല, പെണ്ണുമില്ല, പെടക്കോഴിയും ഇല്ല. പെടക്കോഴി ഇല്ലാത്തതല്ലേ പാച്ചന്റെ സങ്കടം. പിന്നെ ഇങ്ങനെ പറ്റിച്ചും പേടിപ്പിച്ചും ജീവിച്ചിട്ടുള്ളവരെ ഒടുവിൽ ഓലക്കറ കിടന്ന ചത്തിരിക്കുന്നത് അറിയാവോ? ഓടിക്കോ. പെണ്ണാളെ, നിനക്ക് ഉത്സവത്തിനൊടുക്കാൻ ഞാനൊരു സാരി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ. എനിക്ക് പുഷ്കരൻ ചേട്ടനോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എപ്പോഴാ ഒന്ന് കാണുന്നത്? പെണ്ണാളിന്റെ ഇഷ്ടം. ഞാൻ കായ്പുരത്ത് അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോ പുഷ്കരൻ ചേട്ടൻ വരുവോ? ഓ, കാണാം. അയ്യോ അമ്മ, പൊയ്ക്കോ. ഇനിയിപ്പൊ പുഷ്കരൻ നാട്ടിൽ നിന്ന് പോകുമെന്ന് തോന്നുന്നില്ല. ഒരു ചെറിയ എലിവിഷത്തിന്റെ കടയിട്ട് കൊടുത്താൽ അവനും പെണ്ണാർക്കും കഴിയാനുള്ള വരുമാനം അതിനകത്ത് കിട്ടിക്കോളും. എലിവേഷമോ പാഷാണമോ എന്ത് കുന്തം വേണേ താൻ തുടങ്ങിക്കൂ. ഞാനൊരു 1000 രൂപ അതെ, 1000 രൂപ തരും. എടി മാണിക്കേ, നമുക്ക് കല്യാണം കായ്പുറ അമ്പലത്തിൽ വെച്ച് നടത്തിയാ പോരേടി. നിങ്ങൾ എവിടെ വെച്ച് നടത്തണോന്ന് പറയുന്നോ അവിടെ വെച്ച് നടത്താൻ ഞങ്ങൾക്ക് സമ്മതമാ. ഇല്ലേ? ഓ, നിനക്ക് എപ്പോഴാണ് രൂപ വേണ്ടേ? സൗകര്യമായി സാവധാനം തന്നേച്ചാ മതിയേ. നീ എപ്പോ വേണമെങ്കിൽ ചോദിച്ചോ, ആ. ഞാൻ 1000 രൂപ അങ്ങ് തരും. 1 2 3 4 5 6 7 8 9 10 1000. ഞാൻ ഈ രൂപ പപ്പുവിന് കൊടുത്താൽ പെണ്ണാളെ എനിക്ക് കിട്ടാതിരിക്കാനാണല്ലോ വഴി. വേണ്ട. പുഷ്കരൻ ചേട്ടാ, റാണാ മുതലാളിയുടെ മോൻ എന്റെ ഒരു പടം എടുത്തു. റാണാ മുതലാളിയുടെ മോനോ? ആ, പ്രതാപചന്ദ്രൻ. ഇന്നലെ ഞങ്ങളെ വീട്ടിൽ കാറിലാ കൊണ്ടുപോയി വിട്ടത്. 1000 രൂപ ശ്രീധരൻ തരുന്ന പിന്നെ ആരാ? എന്റെ പടം എടുത്തിരിക്കുന്നതേ സിനിമ പോലെ നല്ല നിറത്തിലാ. എന്താ ഒന്നും മിണ്ടാത്തത്? ഈ പറഞ്ഞതെല്ലാം വേണ്ടാത്തതായിരുന്നു. നിന്നെ ഞാൻ കല്യാണം കഴിക്കുന്നത് നിന്റെ വീട്ടുകാരിൽ നിന്നും പണം വാങ്ങിയിട്ടാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടുപേരും തമ്മിൽ സ്നേഹമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? എന്ന് വെച്ചാ പുഷ്കരൻ ചേട്ടന് ഫോട്ടോ കടയിടാൻ കാശ് വേണ്ടേ? കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയാ ജീവിക്കുന്നത്? അന്യനാട്ടിലൊന്നും പോവാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. നാട്ടിൽ എന്തെല്ലാം പണിയുണ്ട്. റാട്ടിൽ കയറ് പിരിക്കാം, കേവ് വെള്ളം ഊന്നാം, ചുമട് ചുമക്കാം, പിന്നെ മീൻ പിടിക്കാൻ പോകാം. അതെന്താ അതെന്താ പെണ്ണാൾ ചിരിക്കുന്നത്? കൊള്ളാം. ഇതൊക്കെ എന്റെ ചേട്ടൻ ചെയ്യുമെന്നോ? പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോ ചീനവലിക്ക് ഒരു കൈ പിടിച്ചു കൊടുക്കാൻ കുറച്ചിലായിട്ടല്ലേ ചേട്ടൻ നാട് വിട്ടു പോയത്? അത് ശരിയാ പെണ്ണാൾ. 10 ക്ലാസ് പഠിച്ചപ്പോ ജാതി തൊഴിൽ ചെയ്യാനൊരു മടി. വീട് വിട്ടിറങ്ങിയപ്പോഴാണ് ഈ ജോലിയുടെ മഹത്വം മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഏത് ജോലി ചെയ്യാനും എനിക്ക് ഒരു മടിയുമില്ല. അശ്വതേ, ആ പാച്ചൻ ചേട്ടൻ വരുന്നു. നമുക്ക് അങ്ങോട്ട് മാറി. നീ എന്തിനാ ഊച്ചാളി പാച്ചിനെക്കെട്ട് ഇങ്ങനെ ഭയപ്പെടുന്നത്? അയാൾ എന്നെ കാണുമ്പോ ഒരുമാതിരി. ആഹാ, എന്നാൽ ഇന്ന് അവരെ രണ്ട് കൊടുക്കണമല്ലോ. പക്ഷെ വേണ്ട, അയാൾ ഒറ്റ കുത്തിന് 5-6 പേരെ കൊന്നവനാ. കൊല്ലും. പിന്നെ നീ ആ തെങ്ങിന്റെ മറവിൽ ചെന്ന് കുറച്ചു നേരം മറിഞ്ഞു നിൽക്കാൻ, ഞാൻ ഇവിടെ മറിഞ്ഞു നിൽക്കാൻ. ചെല്ല്. അയ്യോ വേണ്ട, എനിക്ക് പേടിയാ. പറയുന്ന പോലെയൊക്കെ ചെല്ല്. പഞ്ചില്ല
വല്ലോ സുന്ദേ ഇതാര് പെണ്ണാളെ? ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നീ ആ പുഷ്കരനെ കല്യാണം കഴിക്കാൻ പോവാണെന്ന് കേട്ടു. അവനാണ് നല്ലവനാ, എന്നോളം മിടുക്കനല്ലെങ്കിലും അവനാള് വളരെ നല്ലവനാ കേട്ടോ. പാച്ചൻ ചേട്ടൻ എന്റെ കല്യാണത്തിന് വരുമോ? പിന്നെ ഞാൻ കല്യാണത്തിന് വരാതിരിക്കുവോ? പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നോണ്ട് നിനക്ക് പേടിക്കാനും ഒന്നുമില്ല. നീ എന്റെ ആ കമ്പനി വരെ ഒന്ന് വരണം. എന്റെ ഒരു ആശയാ. എന്നെ തല്ലിവിടാ. ഈ കരപ്പുറത്ത് തല്ലാൻ ആളുണ്ടായി അല്ലേടാ? പാച്ചൻ ചേട്ടാ, പിച്ചാത്തി കാണിച്ചും മീശ പിരിച്ചും എന്നെ ഭയപ്പെടുത്താമെന്ന് വിചാരിക്കണ്ട. 5-6 പേരെ ഒരുമിച്ച് കൊന്നവനാണ് ഞാൻ. ഓ, നീ മിടുക്കനാടാ. പാച്ചനെ തല്ലിയ വിവരം മാത്രം നീ ആരോടും പറയരുത്. ഇത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. അതെ, കത്തിച്ച് നീ തന്നെ ഒന്ന് കത്തിച്ച്. അച്ഛനപ്പോ വരും. സിലോണിൽ പോയിരിക്കുക, ഒരാഴ്ച കഴിഞ്ഞ് വരും. ശരി, നീ എന്ന് തല്ലിയ പപ്പുമില്ലേ? ഞാൻ അത്ര ശക്തിയിൽ തന്നില്ല, അവൻ എന്റെ ഇവിടെ ഇടിച്ചപ്പോ ഞാൻ അതല്ലടാ, അവൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. അയ്യോ, ഞാൻ ഇവിടെ നിന്നോളാം. പപ്പുചേട്ടൻ, ഞാൻ പറയുന്നത് വിശ്വസിക്കണം. പപ്പുചേട്ടന് തരാൻ വേണ്ടി 1000 രൂപ ഞാൻ അലമാരയിൽ നിന്ന് എടുത്തതാണ്. അത് അങ്ങോട്ട് തന്നെ വെച്ചു. ഞാൻ പപ്പുചേട്ടന് രൂപ തരാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ എന്റെ മനസ്സ് എന്നോട് ഇങ്ങനെ മന്ത്രിച്ചു, നീ എന്തിനു രൂപ കൊടുക്കണം, നിനക്ക് എന്തുകൊണ്ട് പെണ്ണാളെ കല്യാണം കഴിച്ചുകൂടാ എന്ന്. അയ്യോ കൊച്ചുകാളി,
എന്തുമായി പറയുന്നു? ഞങ്ങളെ ചോദിക്കരുതേ. നിങ്ങൾ എന്നെ മുതലാളി എന്നൊന്നും വിളിക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ അച്ഛ എന്ന് വിളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരിക. പെണ്ണാളെ കണ്ട ആ നിമിഷം മുതൽ എന്റെ മനസ്സ്. എന്നെ മുതലാളി അങ്ങനെ പറയരുത്. എന്റെ മോള് പെണ്ണാളും എന്റെ കൂട്ടുകാരന്റെ മോൻ പുഷ്കരനും തമ്മില് കൊച്ചുനാളിലെ വലിയ സ്നേഹത്തിലാ. പപ്പുച്ചേട്ടൻ നല്ല പോലെ ആലോചിക്കൂ. എന്റെ മനസ്സോടുകൂടി അവളെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അയ്യോ കൊച്ചുമാളി അങ്ങനെ പറയരുത്. നല്ല പോലെ ആലോചിക്കും. ഞാനിങ്ങോട്ട് ഓ എന്തോ ഒരു സംഭവം എന്റെ തലയിട്ടുന്നു. കൊച്ചു മുതലാളി എവിടെ കിടക്കുന്നു, നമ്മൾ എവിടെ കിടക്കുന്നു? അയ്യോ, പെണ്ണാളിന്റെ ജാതകം കുറിച്ച കണിയാർ അന്നേ പറഞ്ഞതാ, അവക്ക് രാജയോഗമാണെന്ന്. കോന്തി ഓടിച്ച് എന്തോ പറയും, 1000 രൂപ സ്ത്രീധനം കൊടുക്കാമെന്ന് പറഞ്ഞു ഒപ്പിച്ചും പോയി. കൊച്ചു മുതലാളി കാശ് വിട്ടു തരത്തില്ല. സർപ്പക്കാരിൽ കയറി കാക്കിച്ചവരായി തുപ്പാനും വയ്യ, ഇറക്കാനും വയ്യോ. എനിക്കൊരു സംഭവം, നീ വെള്ളം ചുട്ടത്, നീ ഒന്ന് വീശ, എന്നെ ഒന്ന് വീശ. അയ്യോ എന്തൊരു സംഭവം. ഒന്നുമില്ല മോളെ, അച്ഛനെ ഒരു വ്യാധി ഉരുട്ടല്ലേ. ഞാൻ പുഷ്കരൻ ചേട്ടനോട് പറഞ്ഞ് വൈദ്യുതി വിളിപ്പിക്കട്ടെ. കാര്യമൊക്കെ ശരി, കല്യാണമൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ ചെയ്യാം. പറഞ്ഞതും തൊട്ടാനും പിടിച്ചാലൊക്കെ പുഷ്കരൻ ചേട്ടൻ അവളുടെ ഒരു പുഷ്കരൻ ചേട്ടൻ ഞാൻ നോക്കിക്കോളാം. നീ എന്നെ ഒന്ന് പറഞ്ഞ് ഉപദേശിക്കുക. വായിച്ചു വായിക്കുന്നു, നമ്മളിൽ എന്തോ എടുക്കുമെന്നാ പറയുന്നത്. കുറച്ചു പോയാൽ കാശ് കൊണ്ട് തരത്തില്ല. കോന്തിയോട് പറഞ്ഞു പോയി പുഷ്കരൻ. ഇപ്പൊ നീ പുഷ്കരൻ പുഷ്കരൻ. എന്റെ ദൈവമേ, എനിക്കൊന്നും അറിയില്ല. എടി മണിക്ക് ഞാൻ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. നിന്റെ മോനും ആ പെണ്ണാളും കൂടെ ചെയ്യുന്ന വിദ്യയുണ്ടോ? അല്ലേ വലിയ ടെലിവിഷന് സിനിമ പിടിപ്പിക്കുന്ന എന്റെ മോനെ കൊണ്ട് ഇപ്പൊ കമ്പാവലിയൊന്നും മരിപ്പിക്കണ്ടല്ലോ. അവനെ കൂടി വിളിച്ചേ. എടി, മീൻ പിടിക്കാത്തവർക്കും മീൻ പിടിക്കണത് കണ്ടാ കുളിരേറും. മീനിന്റെ ഗുണം അതാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് കണ്ടാ കൊള്ളാവുന്ന പെമ്പിള്ളേർക്ക് മീനാക്ഷി എന്ന് പേരിടുന്നത്. അത് നിനക്കറിയാവല്ലോ. എടാ പപ്പുവേ, ഞാൻ നിന്റെ മോളും മരുമോനും കൂടെ ചെയ്യുന്ന വിദ്യ നോക്കിയാൻ. എടാ ശങ്കര, ഇവിടെ ചില തേങ്ങാ വിരിച്ചിലൊക്കെ കാണുന്നുണ്ടല്ലോടാ. അതെ, അതോ തേങ്ങ കൊഴിഞ്ഞു വീഴുന്നതാണോ? ഒഴിച്ചിലാണേ. ആ, നീ ഏതാടാ കൊച്ചനെ? ഞാൻ കോന്തിയുടെ മകൻ പുഷ്കരൻ. ഓ, കോന്നിയുടെ മകൻ പുഷ്കരൻ. ഇവളേതാടാ? ഇത് പപ്പുച്ചേട്ടന്റെ മകൾ. പെണ്ണാള്. ആ, നിങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞോ? അയ്യോ, ഇവിടെ പറയാതെ കല്യാണം നടത്താനോ? ഞങ്ങൾക്ക് ഒരു 100 മണൽ ഓല വേണം. പന്തലിടാനായിരിക്കും അല്ലേ? അല്ല, കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു ചാർത്ത് ഇറക്കി കെട്ടാനാ. ഓ, ചാർത്ത്. ചാർത്ത്. ശങ്കര, ഓലക്കൊക്കെ ഇപ്പൊ വലിയ വിലയാ. പക്ഷെ നീ ഒന്നും തരണ്ട, വീട്ടിൽ വന്ന് വലിച്ചോണ്ട് പൊയ്ക്കോ. വലിയ ഉപകാരം. ചാർത്തിന്റെ കാര്യം പറയാൻ നാണമില്ലേ? ഇതിൽ നാണിക്കാൻ എന്തിരിക്കുന്നു? ലോകത്ത് നടപ്പില്ലാത്തതാണോ? നീ വാ. നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് വെറുതെ തല പുകയുന്നത് എന്തിനാ? ഞാനേ ഒരു ബുദ്ധി പറഞ്ഞു തരാം. എന്റെ ബുദ്ധി നിന്റെ കൈ ഇരിക്കട്ടെ. നിനക്ക് ബുദ്ധി പറഞ്ഞു തരാനല്ല അറിയാമോ, ഞാൻ ബുദ്ധി ചെയ്യാൻ പോവാ. കൊച്ചുമാലിനെ ചെന്നുകൊണ്ട് ഞാൻ പറയും, പിന്നെ ഞങ്ങളെ പെണ്ണിന്റെ കല്യാണം ഞങ്ങൾ തൽക്കാലം മാറ്റി വയ്ക്കാം. പക്ഷെ ഈ പുഷ്കരന് അന്യ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു കൊടുത്ത അവനെ ഇവിടുന്ന് അങ്ങ് അകറ്റണം. അത് കഴിഞ്ഞാ പെണ്ണിന്റെ മനം മാറ്റി എടുക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റവും പറയും. മുടിഞ്ഞു പോകാൻ ഇത് തന്നെയാ ഞാനും കണ്ട ബുദ്ധി. അപ്പൊ നമ്മുടെ രണ്ടുപേരുടെയും തന്ത ഒന്നായിരിക്കുമോ? ഒരു 100 മണൽ തൊണ്ട് വാങ്ങിച്ച് ആ പെണ്ണാളിന് തല്ലാൻ പറ. അല്ലാതെ കാലിൽ ഇങ്ങനെ തിരികെ കളിക്കുന്നവരെ തുള്ളി കളിക്കാന്ന് പറഞ്ഞ പപ്പു. നിനക്കെന്തോ അസുഖം എന്ന് പറയുന്നത് കേട്ടല്ലോ. അസുഖമാണെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്നാൽ നോക്കൂ. കല്യാണം ഇനി ഒന്ന് അടുത്തില്ലയോ? ഞാൻ ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. എന്റെ ഭഗവാനെ, ഇത് ഞാൻ ഊണമില്ല ഉറക്കവുമില്ല, ഇങ്ങനെ അങ്ങ് നടക്കുക. എന്റെ പാറു, നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഓർക്കുമ്പം ഞങ്ങളുടെ ചങ്കാ തകരുന്നത് ഇല്ലയോ? വിശേഷിച്ച് ഞങ്ങൾ നിങ്ങളോട് സ്വീകരണം ചോദിച്ചെന്ന് പറഞ്ഞ് പുഷ്കരൻ വന്ന അന്ന് മുതൽ ഗർഭിച്ചിരിക്കുക. അതെ, അത് തന്നെ ഞങ്ങളും ആലോചിക്കുന്നത്.
1000 രൂപ ശ്രീധരൻ തരാമെന്നും പറഞ്ഞ് കല്യാണം നിശ്ചയിച്ചു. പക്ഷെ ഈ പെണ്ണിനെ പോറ്റാൻ ചെറുക്കൻ എന്താ ഒരു വഴി? ഇതെന്തോ ഒരു പുതിയ ചോദ്യം ചോദിക്കുന്നത്? ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു ചീരവലയില്ലയോ, അത് വിറ്റിട്ടെങ്കിലും അവനൊരു ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുക്കാമല്ലേ? എന്നാൽ അതൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം നടത്തിയാ മതി. വെറുതെ എന്തിനാ നല്ലൊരു പെണ്ണിനെ പിടിച്ച് അന്തകൂപത്തിലാക്കുന്നത്? എന്നെ തല്ലി ഇവരൊന്നും ജീവിച്ചിട്ടില്ല കുഞ്ഞെ. അപ്പോ പുഷ്കരൻ ഇപ്പൊ മരിച്ചു കാണുമല്ലേ? കഴിഞ്ഞേ അപ്പോഴല്ലേ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? അയാൾ എന്തിനാ നിങ്ങളെ തല്ലിയത്? ആ പപ്പുവിന്റെ മകൾ പെണ്ണാളിനോട് ഞാൻ ഒരു കളിതമാശ പറഞ്ഞു. പപ്പുവിന്റെ മകളോട് തമാശ പറയുന്നവരെയൊക്കെ പുഷ്കരൻ അടിക്കുമോ? അത് തന്നെയാണ് പാച്ചൻ അറിയണത്. ഞാൻ പോയി അവനെ കൊല്ലും കുഞ്ഞെ. നിന്നെ തല്ലിയവരോട് നീ പകരം വീട്ടുന്നത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ പപ്പുവിന്റെ മകളോട് കളി തമാശ പറയരുത്. അല്ല, അങ്ങനെ കുഞ്ഞിന് വല്ല ആശയുണ്ടെങ്കിൽ പാച്ച സഹായിക്കാമല്ലോ. ഒരു 10 രൂപ വേണമായിരുന്നു. എല്ലാം കുടിച്ചില്ല. നിന്റെ സഹായമൊന്നും വേണ്ട. ഇതാ 10-ന് 20 തരാം. അപ്പോ നിന്നെ തല്ലിയവരൊന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ലല്ലോ? ഇല്ല കുഞ്ഞെ. മിടുക്കൻ മിടുക്കൻ. ആ എടാ പാച്ചൻ, പാച്ചൻ പേടിപ്പിച്ചു അല്ലേ? ഞാൻ പാച്ചനെ പേടിപ്പിച്ചു. എന്തായി നമ്മുടെ കാര്യങ്ങൾ? ആണോ പെണ്ണോ? ആണും പെണ്ണും അല്ലാത്ത ഒരു അവസ്ഥയിലായി ഇപ്പോഴത്തെ ഇരിപ്പ്. കടശീലാണ്. ആണാവൂല്ലോ. കേറും. അയ്യോ, എന്തൊരു ബഹളമായിരുന്നു. കല്യാണം ഇപ്പം നടത്തണോ, ഉടനെ നടത്തണോ, അമ്പലത്തിൽ കൊണ്ടുപോകണോ, 1000 ഉലുവ അങ്ങ് പുഴുങ്ങി വെച്ചിരിക്കുന്നു എന്നൊക്കെ അല്ലയോ പറഞ്ഞത്? എന്നിട്ടിപ്പോ എന്തോ ആയി? അമ്മേ, കിഴക്കേപ്പറമ്പിലെ മൂപ്പിന്ന് ഒരു 100 മടൽ പോലെ ചുമ്മാ തരാമെന്ന് പറഞ്ഞു. കല്യാണമൊക്കെ നടക്കാൻ പോകുകയല്ലേ, ഇവിടുന്ന് ഒരു ചാർത്ത് ഇങ്ങോട്ട് ഇറക്കി കെട്ടിയാൽ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് താമസിക്കാൻ സൗകര്യമായിരിക്കും. നീ ചാർത്തും കെട്ടി പൊറുക്കാനുള്ള തീരുമാനത്തിലാ. പപ്പുന്റെ പാറുവിന്റെ അഭിപ്രായം നിനക്കറിയാം. എന്തെങ്കിലും ജീവിക്കാനുള്ള ഒരു വരുമാനം ഉണ്ടാക്കിയിട്ട് പെണ്ണ് കെട്ടി വെച്ചാൽ മതി. അല്ല, അതും ആലോചിക്കേണ്ട കാര്യമാണ്. എന്തോന്ന് ആലോചിക്കേണ്ട കാര്യം? എടി പെണ്ണാളെ, നീ വീട്ടിലോട്ട് പോ. വീട്ടിലോട്ട് പോ. എടാ പുഷ്കര, ഞാൻ 3-4 ദിവസമായിട്ട് രായുമ്പതിലും തലയിൽ പുഴുത്ത പട്ടിയെ പോലെ ഈ ഓടി നടക്കുന്ന എന്തിനാണെന്നാ തന്റെ വിചാരം? ഇത്രയും നാള് ഞങ്ങൾ വിചാരിച്ചു പിള്ളേരുടെ കല്യാണം നടത്താൻ വേണ്ടിയുള്ള ഓട്ടമാണ്. ഇപ്പോഴാ മനസ്സിലായത് കല്യാണം മാറ്റി വെക്കാനുള്ള ഓട്ടമാണ്. പുഷ്കരനുണ്ടല്ലോ എന്റെ മരുമോന്, അവനൊരു ജോലി ഉണ്ടാക്കാനാ ഞാൻ നടന്നത്. കണ്ടോ പറഞ്ഞപ്പോ അവന്റെ ഒരു സന്തോഷം കണ്ടോ? അവൻ ഈ ഊരൊക്കെ ചുറ്റി നടന്നല്ലോ. അതും തൂക്കിയിട്ടുണ്ട്. കുന്തം ഇതുപോലെ 16 എണ്ണം ഉണ്ട്. പല ദിനസില് ക്യാമറ കാണാൻ പോരാടി ഒരു മകന്റെ കയ്യില്. നീ അതോടെ കളസമൊക്കെ എടുത്തിട്ടുണ്ടോ? എന്നാ പിന്നെ നേരത്തെ പറയാൻ അറിയാൻ സമ്മതിക്കണ്ടായോ? തോക്കിനകത്ത് കയറിയില്ലേ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ അപ്പോഴേ പറഞ്ഞത് ഈ സ്ഥലം മുഴുവൻ മുതലാളിക്കുള്ളതാ. അതായത് നമസ്കാരം സാർ. നമസ്കാരം. ഇതാണ് മിസ്റ്റർ പുഷ്കരൻ. അകത്തേക്ക് വന്നാട്ടെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, സ്ത്രീ നല്ലത് ഈ കാണുന്നതല്ല അവരുടെ സ്വന്തം സ്ഥലമാ. ചവിട്ടില്ലേ ചവിട്ടില്ലേ. നമസ്കാരം സാർ. നമസ്കാരം. എനിക്ക് മിസ്റ്റർ പുഷ്കരൻ. ഞാൻ പറഞ്ഞ ഉടനെ ഇരിക്കണം. പറഞ്ഞാൽ ഉടനെ അത് മിസ്റ്റർ പുഷ്കരന് ക്യാമറയുമായി എത്ര വർഷത്തെ പരിചയമുണ്ട്? 6-7 വർഷത്തെ പരിചയമുണ്ട് സാർ. ഓഹോ. സാറ് ഞാനെടുത്ത സ്വിച്ചറൊന്നും കണ്ടിട്ടില്ലല്ലോ? ഇല്ല. കൊണ്ടുവരൂ. വെരി ഗുഡ്, വെരി ഗുഡ്. ബ്യൂട്ടിഫുൾ. കൺഗ്രാചുലേഷൻ. പുഷ്കരൻ മൂവി ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ളതായി പപ്പുച്ചേട്ടൻ പറഞ്ഞല്ലോ. നീ ഏതാണ്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ. അതെ, ഞാന് ഡോക്യുമെന്ററി പടങ്ങൾ എടുക്കുന്ന ഒരു കമ്പനിയിൽ കുറച്ചുനാൾ ജോലി ചെയ്തിരുന്നു. പിന്നെന്താ അത് വേണ്ടെന്ന് വെച്ചത്? നഷ്ടമായതുകൊണ്ട് ആ കമ്പനി അടച്ചുപൂട്ടി. എനിക്ക് ഇതൊരു ഹോബിയാണ്. എന്റെ കയ്യിൽ പലതരത്തിലുള്ള ക്യാമറയുണ്ട്. അയ്യോ, ഒരുപാട് ഇന്ന് വരെ
ഇന്ത്യയിൽ ആരും നിർമ്മിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഡോക്യുമെന്ററി നിർമ്മിക്കണം. കൊള്ളാം സാർ. എന്റെയും കൊച്ചുനാൾ മുതൽക്കുള്ള ആഗ്രഹം അതായിരുന്നു സാർ. ഒരു മൂവി ക്യാമറ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ. അയ്യോ, എന്റെ കൊച്ചുനാളോട്ടുള്ള ആഗ്രഹമായിരുന്നു. അതങ്ങോട്ട് കയ്യിൽ കിട്ടിയായിരുന്നെങ്കിൽ ആ മൂവി. വരൂ മിസ്റ്റർ പുഷ്കരൻ, വയനാടൻ കാടുകളിലെ ആദിവാസികളുടെ ജീവിതം പകർത്തിയാലോ? കൊള്ളാം സാർ, നല്ല ഐഡിയ. പക്ഷെ സാർ അവിടെ പോകുമ്പോ നല്ല ആയുധങ്ങൾ കയ്യിലുണ്ടായിരിക്കണം. അത് മുതലാളി തോക്കണ്ടെന്ന് പറഞ്ഞില്ലയോ? അതേപ്പറ്റിയൊന്നും നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ തയ്യാറായാൽ മതി. ഞാൻ തയ്യാറാണ് സാർ. തൽക്കാലം മാസം 300 രൂപ ശമ്പളം തരാം. വലിയ ഉപകാരം സാർ. ഒരു മാസത്തെ ശമ്പളം ഇരിക്കട്ടെ. താങ്ക് യു സാർ. പണി പറ്റി. ഇനി ആ പെണ്ണിന്റെ മനം മാറ്റിയെടുക്കുന്ന കാര്യം ഞാൻ. പുഷ്കരം പോയി കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ, അങ്ങോട്ട് വരണ്ട, ഞങ്ങൾ ഇങ്ങോട്ട് വരാം. ഓ, ഇതിരിക്കട്ടെ. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഓ. നീ എന്താ വാടി മരവടിക്കുന്ന കാക്കയെ പോലെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇത് പെണ്ണാളെ, ഇങ്ങോട്ട് വന്ന് ചൈരി അങ്ങോട്ട് വാരി ഇറങ്ങടി. അവളവിടെ ഇരുന്നോട്ടെ. എടാ കോന്തി, എന്തോ ഞാൻ പറഞ്ഞില്ലയോ നമ്മൾ ജയിച്ചു, നീ ഇങ്ങോട്ട് ഇറങ്ങി വാ. അച്ഛാ, എനിക്കൊരു നല്ല ജോലി കിട്ടി. അമ്മേ, എനിക്ക് നാളെ തന്നെ ഒന്ന് വയനാട്ടിലേക്ക് പോകണം. എന്റെ ഷർട്ടും മുണ്ടൊക്കെ എടുത്ത് നല്ലതുപോലെ കഴുകി തേപ്പിച്ച് വെക്കണം. ഇതാ അഡ്വാൻസ് കിട്ടിയ 300 രൂപ. എന്താണ് അവന് ജോലി? അവിടുത്തെ മലവർഗക്കാരുടെ ജീവിതം ഫിലിമിലേക്ക് പകർത്തണം. എന്നിട്ടത് ബോംബെയിൽ അയച്ച് അതിന്റെ കാപ്പി എടുത്ത് അതിവിടെ കൊണ്ടുവന്ന് ഫിലിമിലാക്കി നിങ്ങളൊക്കെ കാണിക്കണം. എടാ മോനെ, എന്നാ ഉടനെ പോണോടാ. പോയിട്ട് എപ്പോ വരും? മനസ്സുള്ളപ്പം വരും. ചേടാ, ഒരു നല്ല കാര്യത്തിന് പുറപ്പെടുമ്പോ ശൂന്യ സംസാരിക്കുന്നു. അവന് ഇഷ്ടമുള്ളപ്പം വരും. പിന്നെ തിരിച്ചു വന്നിട്ട് മതി, കല്യാണമല്ല. അതെ, കുറച്ച് കാശെല്ലാം ഉണ്ടായതിനു ശേഷം സാവകാശമായി നമ്മുടെ വിവാഹം നടത്തും. എന്താ പെണ്ണാളിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? മോളെ, നീ വിഷമിക്കാതിരിക്കൂ. ഞാൻ ഉടനെ തിരിച്ചു വരും. വേഗം ചെന്ന് ചോറും കറിയ കാലമാക്ക. ഊണ് കഴിഞ്ഞ് നമുക്കെല്ലാം കൂടെ കായിപ്പുറം അമ്പലത്തിൽ ഉത്സവം കാണാൻ പോണം. അത് ശരിയാ മക്കളെ. എന്ത് പറ്റിയടി? അമ്മേ, അമ്പലത്തിൽ വെച്ച് പുഷ്കരൻ ചേട്ടനെ പാട്ടം ചേട്ടൻ കുത്തിക്കൊന്നു. പറഞ്ഞില്ലേ അമ്പലത്തിൽ പോണോ? ദേവി ബോധിച്ചതാ. അതായത് ഉപ്പപ്പുരമൊക്കെ കാണുന്നത്. മോളെ ഞാനാ മാണിക്ക. നീ വാതിലും പറഞ്ഞേ. എന്തുവാടി അവിടെ ഒരു ബഹളം? നീ ഒന്ന് പറഞ്ഞേ, വാതിലും പറഞ്ഞേ. എന്താ ബഹളം? ഓ, ഒന്നുമില്ലെന്ന്. എന്താ? ഓ, ഒന്നുമില്ല. ആ പാച്ചൻ പുഷ്കരനെ കുത്തിക്കൊന്നെന്ന് അവള് സ്വപ്നം കണ്ടു. ഓ, അത്രേ ഉള്ളൂ. എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ സ്വപ്നവും നിലവിളിയും കഴിക്കുന്നത്? പറു, കാലത്ത് ആ കനിയാനെ വിളിച്ച് ഒരു ചരടി ജപിച്ച് ഇവക്ക് കെട്ടണം. ആ, ജപിച്ച് കെട്ടിക്കോളാം. നിങ്ങൾ പോയി കിടന്നുറങ്ങ്. കിടന്നുറങ്ങടി. പെണ്ണാളെ, ഇന്നലെ രാത്രി എന്തിനാ നീ ബഹളം ഉണ്ടാക്കിയത്? ചേട്ടൻ അങ്ങനെ ചോദിക്കാം. ചേട്ടന്റെ നെഞ്ചത്ത് ഒരാള് പിച്ചാത്തി കുത്തി ഇറക്കുന്ന കണ്ടിട്ട് ഞാൻ കരയാതിരിക്കണമല്ലേ? മണ്ടിപ്പെണ്ണെ, അത് സ്വപ്നമല്ലായിരുന്നു. നീ പറയുന്ന കേട്ടാത്തൊന്നും എന്റെ നെഞ്ചിൽ അങ്ങ് കത്തി കുത്തി ഇറക്കി ഞാനങ്ങ് ചത്തുപോയിരുന്നു. എന്നാലും എനിക്കത് മറക്കാൻ സാധിക്കുന്നില്ല. ചേട്ടൻ എന്തിനാ ഇപ്പൊ നാട് വിട്ടു പോകുന്നത്? അത് ഞാൻ കാശിക്കോ മറ്റോ പോവുകയാണോ? ഞാൻ 2 മാസം തിരിച്ചു വരില്ലേ? നമ്മുടെ കല്യാണം നടത്താൻ വേണ്ടി ഞാൻ കൈ നിറയെ പണമായിട്ട് തിരിച്ചു വരും. എന്തിനാ ഈ പണം? ഈ കായലിൽ കക്കയുണ്ട്, ഞാൻ വാരി വിൽക്കും, തൊണ്ട് കിട്ടും, തല്ലിപ്പിരിക്കും. എന്റെ ചേട്ടൻ എങ്ങും പോകണ്ട. പെണ്ണാണ്, നീ എന്നെ തടസ്സപ്പെടുത്തും. ഇത്രയും സൗകര്യമുള്ള ഒരു ജോലി കിട്ടാൻ വേണ്ടി ഞാൻ ജീവിതത്തിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടു. ദൈവത്തെ വിചാരിച്ച് നീ എന്റെ ഈ പോക്ക് തടസ്സപ്പെടുത്തും. പെണ്ണാണ്, കരയാതെ. എന്താ ഇത്? നല്ല ശകുനമാണ്. എന്റെ പൊന്നുമോൻ, ഇത്രയും നാളും നീ പുറത്തൊക്കെ പോയപ്പോ എനിക്ക് യാതൊരു ദുഃഖം ഉണ്ടായില്ല.
ഇന്ന് നീ പോണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് വല്ലാത്തൊരു ദുഃഖം തോന്നി. കാടല്ലേ മോനെ? അച്ഛൻ വിഷമിക്കാതിരിക്കണം. മനുഷ്യന് ചെന്നെത്താൻ കഴിയാത്ത ഒരു സ്ഥലവുമില്ല. യുദ്ധം നടക്കുന്ന ചിത്രങ്ങൾ അച്ഛൻ കണ്ടിട്ടില്ലേ? നിനക്കതൊക്കെ പറയാം. കാടിനെ പറ്റി ഓർക്കുമ്പോ ഞങ്ങളുടെ ചങ്കാ തകരുന്നത്. പിന്നെ അവൻ അതിന് ഒറ്റയ്ക്കാണോ പോകുന്നത്? മുതലാളിയുണ്ട്, മുതലാളിയുടെ തോക്കുണ്ട്. ആ പിന്നെന്നാ പേടിക്കാനാ? എടാ മോനെ, ഇനി നീ പോയിച്ചു വരുമ്പോഴേ എനിക്കൊരു പുലിദാഹം കൊണ്ട് തരണേ. വയനാട്ടിലൊക്കെ ഒത്തിരി കിട്ടുമെന്നാ പറയുന്നേ. എനിക്ക് കാട്ടാനയുടെ ഒരു വാല് വേണം. ഇവക്ക് ഒരു മോതിരം കെട്ടിച്ച് വിരലിട്ട് കൊടുക്കാനാ. നമസ്തേ സാർ. ഞാൻ അല്പം താമസിച്ചു പോയല്ലേ? പുറപ്പെടാം സാർ. വരട്ടെ അമ്മ. വരട്ടെ പെണ്ണാളെ. നമുക്ക് പുറപ്പെടാം. വരൂ. അപ്പോൾ അവൻ നന്നാകുന്ന ലക്ഷണം ഉണ്ടല്ലോടാ അയ്യപ്പ. ആട്ടെ, കഴിഞ്ഞ ഒരാഴ്ച എന്തായിരുന്നു അവന്റെ പ്രോഗ്രാം? മുതലാളി, എല്ലാം തുറന്നു പറയാൻ പോകുമ്പോ ഒന്നും തുറന്നു ചോദിക്കാതെ ഇരിക്കുന്നതും ഒരു സ്റ്റൈലല്ലേ? നിന്റെ സ്റ്റൈല്. എടാ, ഞാൻ അവന്റെ അച്ഛനാണ്. ഞാനിങ്ങനെ വയസ്സായ കാലത്ത് രാവും പകലും നടന്ന് ബിസിനസ് ചെയ്യുന്നത് അവന് വേണ്ടിയാണെന്നുള്ളത് അവൻ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോ എന്റെ പൊന്നു മുതലാളി, അത് ചില ജനനത്തിൻ്റെതാ. ഇത് പഴയ കാലമൊന്നും അല്ല മുതലാളി. ഇന്നാളെ എന്റെ മകൻ എന്നോട് ചോദിക്കുകയാണ്, അച്ഛൻ 60 വയസ്സായില്ലേ, എനിക്ക് 20 വയസ്സല്ലേ ആയുള്ളൂ. അച്ഛൻ 60 വയസ്സുകൊണ്ട് കിട്ടിയ അറിവ് എനിക്ക് 20 വയസ്സുകൊണ്ട് കിട്ടുമോ എന്ന്. അയ്യപ്പ, നിന്റെ മകൻ ചോദിച്ചത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവന്റെയൊക്കെ പ്രായത്തിൽ നമ്മൾ എന്തൊക്കെ കോപ്രാന്തങ്ങളാണ് കാണിച്ചിട്ടുള്ളത് നിനക്ക് അറിഞ്ഞൂടെ? പിന്നെ എനിക്കറിഞ്ഞൂടെ. നമ്മളന്ന് ആലുവാസി യുവരാത്രി അങ്ങനെ എത്ര സംഭവങ്ങൾ. അന്നെല്ലാം എന്റെ അച്ഛൻ എന്നെ ഉപദേശിക്കുമായിരുന്നു, എടാ മോനെ, ഇത് നല്ലതല്ല, നല്ലതല്ല, അരുത് എന്ന്. അന്ന് എനിക്കും അച്ഛന്റെ വാക്കനുസരിക്കാൻ തോന്നി. നമ്മളെപ്പോലുള്ള മനുഷ്യരുടെ കാര്യം പോട്ടെ മുതലാളി, രാജാക്കന്മാരെയും ചക്രവർത്തിമാരെയും അനുസരിക്കാത്ത മക്കളില്ലേ? ശരിയാ. എഡ്വേർഡ് എട്ടാമൻ ചക്രവർത്തി സ്ഥാനം വേണ്ടെന്ന് വെച്ചിട്ട് ഒരു പെണ്ണിന്റെ പുറകെ കൂടെ പോയി. ശ്രീബുദ്ധൻ രാജപദവി ഉപേക്ഷിച്ചിട്ട് കൊട്ടാരത്തിന് ഇറങ്ങിപ്പോയി. ശരിയാണാ നീ പറഞ്ഞത്? ശരിയാ. മനുഷ്യന്മാരുടെ കഥ കിടക്കട്ടെ മുതലാളി, നമ്മുടെ ദൈവങ്ങളുടെ കഥ എടുക്കാം. ഗണപതി ഭഗവാന്റെ ഒരു കൊമ്പൊടിഞ്ഞത് എങ്ങനെയാ? വെറും കുടുംബകലഹം. ഞാനും ഇനി അങ്ങനെ ആശ്വസിക്കാൻ പോവുക. അവൻ ഇഷ്ടപ്പെട്ട പെണ്ണോ ഇഷ്ടപ്പെട്ട ജീവിതമോ എന്ത് വേണമെങ്കിലും അവൻ തന്നെ അങ്ങ് തീരുമാനിച്ചോട്ടെ. എന്നാ പിന്നെ ജയിച്ചു, മനസമാധാനത്തോടു കൂടി ഉറങ്ങാമല്ലോ. എന്തോ എന്നാലും അവൻ ഇപ്പൊ എങ്ങോട്ട് പോയിരിക്കുമടാ? പിന്നെയും തന്നെ ഏതാണ്ട് തോക്കോ ക്യാമറയോ കുപ്പികളോ എല്ലാം കൂടെ കാറ് കയറ്റി വയനാട്ടിലേക്കോ മറ്റോ പോയതാ.
മുറി കൊണ്ടോ ഇവിടെ? ഉണ്ട് സാർ. എന്നാ മിസ്റ്റർ പുഷ്കരൻ, നമുക്ക് ഇന്ന് ഇവിടെ താമസിച്ച് നാളെ വയനാട്ടിലേക്ക് പോവാം. ശരി സാർ. എന്നാ നിങ്ങൾ പോയി കുളിച്ച് ഊണൊക്കെ കഴിച്ചൊന്ന് വിശ്രമിക്കും. ശരി. നില്ല, നിന്റെ പല്ലുകടിയൊന്നും ഇവിടെ വെച്ച് വേണ്ട. കാട്ടിൽ വെച്ച് അതിനുള്ള സന്ദർഭം കിട്ടും. ദൈവം പോലും അറിയാതെ അവന്റെ കഥ കഴിക്കണം. അത്രയ്ക്കൊന്നും ക്ഷമിക്കാൻ പാത്രം ഒക്കുന്നില്ല കുഞ്ഞെ. മടയത്തരം കാണിക്കരുത്. ഞാൻ പറയുന്നത് പോലെ അങ്ങ് അനുസരിച്ചുകൊണ്ട. ഞാനൊരു കാര്യം ചോദിച്ചു. മതി എന്താ എന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ കൈ വല്ലാതെ വിറച്ചിരുന്നത്? വിവാഹത്തിന് മുൻപ് എത്ര മൂച്ചടിച്ചാലും കൈ ഇങ്ങനെ കിട്ടിക്കിട്ടീന്ന് വിറക്കും. അതെന്താ ശീല അങ്ങനെ ഈ നമ്മുടെ മതിവിധു ആഘോഷങ്ങളിൽ ഇങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല. എന്തോ കൊണ്ട് പറയണം. അല്ല, മധു കോളേജിൽ പഠിക്കുന്ന കാലത്ത് വല്ല പെൺകുട്ടികളായിട്ട് പ്രേമമോ അടുപ്പമോ വല്ല വാക്ക് കൊടുക്കലോ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന്? എന്റെ ശീലേ, എന്തോ എന്റെ ജീവിതത്തിൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ആദ്യമായി തൊടുന്നത് നമ്മുടെ പ്രഥമ രാത്രിയായി. ഓ എന്റെ മധു, എന്റെ ഭാഗ്യം. എന്റെയും ഭാഗ്യം. അപ്പൊ ഞാനെന്ന് ചോദിക്കട്ടെ, ഷീല തെറ്റിദ്ധരിക്കരുത്. ഷീലയുടെ കോളേജ് ജീവിതത്തിൽ വല്ല അലവലാതി പ്രേമമോ മറ്റോ? കരയല്ല ഷീല. എന്റെ മധു, ഞാൻ ഇന്ന് വരെ ഒരു പുരുഷൻ എന്റെ മുഖത്ത് നോക്കാൻ ഞാൻ ഇടം കൊടുത്തിട്ടില്ല. ഞാൻ ആദ്യമായി ഒരു പുരുഷനെ സ്പർശിക്കുന്നത് നമ്മുടെ ആദ്യ രാത്രിയിലാണ്. എനിക്ക് ജീവിതത്തിൽ കള്ളം പറയാനേ അറിഞ്ഞുകൂടാ. എന്നെ പോലെ ഇല്ലേ ശരു? അങ്ങനെ ആയിരിക്കണം എന്റെ ഭർത്താവായ മോഹനും. തീർച്ചയായും. അതായത് നമ്മുടെ കുടുംബജീവിതം തുറന്നിടപ്പെട്ട, അതായത് വിരിച്ചിടപ്പെട്ട ഒരു പുസ്തകം പോലെ ഇരിക്കണം. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിച്ചോളൂ. എന്റെ പൊന്നു ശാരുവിന് ഈ മോഹൻ പറയും. മോഹൻ, എന്തോ? നമ്മുടെ കല്യാണത്തിന് മുൻപ് മോഹൻ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്ത്? ആരാണവൾ? എന്റെ അമ്മ. എന്റെ ശാരു, ഈ വിവാഹം എന്ന് പറയുന്നത് സ്വർഗത്തെ മഹോത്സവമാണ്. അവിടെ കറ പറ്റാതെ കയറി വരുന്നവർ മഹാഭാഗ്യവാന്മാർ. എന്റെ ജീവിതത്തിൽ നിന്നെ അല്ലാതെ ഒരൊറ്റ പെണ്ണിനെ പോലും സ്വപ്നത്തിൽ പോലും ഞാൻ തീണ്ടിട്ടില്ല. ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം. മോഹൻ, കോളേജിൽ പഠിക്കുമ്പം പലരും എന്നെ വല വീസാൻ ശ്രമിച്ചു. പക്ഷേ ഈ ശാരദ ഒന്ന് നോക്കിയാൽ പായൽ മാറുന്നത് പോലെയാണ് പുരുഷന്മാർ ഓടി മറയുന്നത്. എന്റെ കണ്ണുകൾക്ക് അത്ര ശക്തിയുണ്ട്. ധന്യൻ, ഞാൻ ധന്യൻ. അല്ല, നിങ്ങളെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഓ, ഞങ്ങളുടെ ഫോട്ടോ സ്റ്റുഡിയോയിൽ ഒരിക്കലും ഒരു പെണ്ണുമായി ഫോട്ടോ എടുക്കാൻ വന്നു. എന്റെ പെങ്ങൾ അന്ന് ഫോട്ടോ എടുപ്പിക്കാൻ വന്നത്. എന്റെ പെങ്ങൾ. അല്ല, നിങ്ങൾ ഒരിക്കൽ മറ്റൊരാളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്നില്ല? അതെ, എന്റെ ബ്രദറിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്നതാ. ഓ, അന്ന് സ്റ്റുഡിയോയിൽ കൂടെ വന്ന ആങ്ങളായിരുന്നു. അതെ, പോകണ്ടല്ലേ? പക്ഷികളോ പക്ഷിയോ ഉപ്പൻ കുരി ചെറിയ കുരി മഴക്കാലത്തിങ്ങനെ മിസ്റ്റർ ഡോണ്ട് ലുക്ക് അറ്റ് മൈ വൈഫ് ലൈക്ക് ദാറ്റ്. അവളുടെ ഭാര്യയാണ്. ഭാര്യമാരില്ലേ? അല്ല, എന്താ ഇത് കുടിച്ചിറക്കുന്നത്? തോന്നുന്നു. എനിക്ക് കിറുക്കാണ് പെങ്ങളെ, ഞാൻ സമ്മതിച്ചു. പക്ഷേ അന്നത്തെ ചൂരൽ പ്രയോഗം മറന്നുപോയോ? സത്യം തുറന്നു പറയടി, നിനക്ക് ആങ്ങളില്ലെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് പെങ്ങളില്ലാന്നല്ലേ പറഞ്ഞത്? ഏത് പെണ്ണിന്റെ കൂടെ പോയത്? എനിക്ക് ഇഷ്ടമുള്ള പെണ്ണിന്റെ കൂടെ പോകും. എനിക്ക് ഇഷ്ടമാണ് എന്റെ കൂടെ. ഈ ചൂരലിന്റെ കഥയല്ല. എനിക്ക് അറിഞ്ഞൂടെ. You children, your father children, your mother children, your whole family children. എനിക്ക് ചൂലിനെ പറ്റി ഒന്നും അറിഞ്ഞൂടെ.
പിന്നെ ഇവര് രണ്ടുപേരും കൂടി ഞങ്ങളുടെ ഫോട്ടോ ഷൂട്ട് ഒരിക്കൽ ഫോട്ടോ എടുക്കാൻ വന്നു. അതായത് നിങ്ങൾ രണ്ടുപേരും വന്നതുപോലെ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് മേക്കപ്പ് റൂമിനകത്ത് കയറി എന്തോ കുറച്ച് കശവിഷയൊക്കെ അവസാനം ഞങ്ങളുടെ ചൂട് പ്രയോഗം നടത്തേണ്ടി വന്നു. ഇതാണ് സംഭവം. ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഇനി മര്യാദയ്ക്ക് ജീവിക്കാൻ. വയനാട്ടിലെ ആദിവാസികളുടെ സങ്കേതത്തിലേക്ക് ഇവിടെ എത്ര മൈൽ കാണും? ഒരു 10-30 നാഴിക ദൂരം വരും സാർ. 10-30 നാഴികയോ? അവിടെ രാത്രി താമസിക്കാനൊക്കെ സൗകര്യമുണ്ടോ? വല്ല മരക്കൊമ്പിലോ പാറക്കൂട്ടത്തിനിടയിലോ ഒക്കെ കഴിയേണ്ടി വരും. ധൈര്യം വേണം സാർ. സാറിന് കാര്യം ചെയ്യണം. 4-5 ദിവസത്തേക്ക് സാർ ഈ ടിവിയിൽ തന്നെ താമസിച്ചോളൂ. ഞങ്ങള് പോയി ഷൂട്ട് ചെയ്ത് 4-5 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നേക്കാം. എന്നാ ഞാൻ വീട്ടിൽ പോയി തിരിച്ചു വരുന്നല്ലേ നല്ലത്. എന്നാ പിന്നെ അതാണ് സാർ നല്ലത്. പാച്ചൻ, നിങ്ങള് ഒരുമിച്ചാണ് പോകേണ്ടി വരിക. അവൾ ഉറങ്ങിയെന്നാ തോന്നുന്നു. അവളുടെ മനസ്സ് മാറ്റാൻ വല്ല കൂടോത്രം ചെയ്താലോ? 2-3 ദിവസം പുഷ്കരനെ കാണാതിരിക്കുമ്പോ അവള് തന്നെ ആ കാര്യം ഒന്ന് മറക്കുമെന്ന്. പിന്നെ ഒരു കാര്യം, ഈ അപ്പുറത്തോട്ടുള്ള സർക്കിട്ടും ഈ ഫോട്ടോ എടുപ്പും ഒക്കെ നിർത്തിയാക്കണം. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഉടനെ കൊച്ചുമുതലാളിയെ കണ്ട് കുറച്ച് ദൂരെ എവിടെങ്കിലും കുറച്ച് സ്ഥലവും ഒരു വീടും കൂടെ എടുപ്പിക്കാൻ നോക്ക്. നന്ദി അപ്പു പറഞ്ഞാലുണ്ടല്ലോ, റാണാമുതലാളിയുടെ ബംഗ്ലാവിൽ നമ്മളെ കൊണ്ട് താമസിക്കും. എന്നാ ഉടനെ അത് ചെയ്യിക്കാൻ നോക്ക്. ശരി, കൊച്ചുമുതലാളി വരട്ടെ. പിന്നെ കാര്യങ്ങളൊക്കെ ഒപ്പിക്കാമെന്ന് ഞാൻ നോക്കാം. സ്നേഹമുള്ള പെണ്ണാളെ, ഞങ്ങൾ സസുഖം വയനാട്ടിൽ എത്തിച്ചേർന്നു. ഇവിടുത്തെ ടിവിയിൽ ഇരുന്നു കൊണ്ടാണ് ഈ കത്തെഴുതുന്നത്. പ്രതാപചന്ദ്രൻ സാർ എല്ലാ ജോലികളും എന്നെ ഏൽപ്പിച്ചുകൊണ്ട് നാട്ടിലേക്ക് പോയി. ഈ ടിവിക്ക് ചുറ്റും ദുഷ്ടമൃഗങ്ങളുടെ ശബ്ദം കേൾക്കാമെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല. കാരണം സ്വപ്നത്തിൽ എന്റെ നെഞ്ചിന് കഠാരി കുത്തിറക്കിയ പാച്ചൻ ചേട്ടൻ എന്റെ കൂട്ടിനുണ്ട്. ഞാൻ ആ മനുഷ്യനാണെന്ന് അത്രയും ഉപദ്രവിച്ചതിൽ ദുഃഖിക്കുന്നു. നീ ആ നല്ല മനുഷ്യനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധരിച്ചുപോയി. എന്റെ കൂട്ടിനു വേണ്ടി, എന്റെ ജീവന്റെ തുണയ്ക്ക് വേണ്ടിയാണ് പാച്ചൻ ചേട്ടൻ എന്റെ കൂടെ താമസിക്കുന്നത്. നാളെ ഞങ്ങൾ ഒരുമിച്ചാണ് വയനാടൻ കരകളിലേക്ക് യാത്ര ആരംഭിക്കുന്നത്. നാട്ടിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും വരുന്നത്. നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ ഉടനെ തന്നെ പാച്ചൻ ചേട്ടനും ഒരു കല്യാണം നടത്തണം. അച്ഛനമ്മമാരോട് എന്റെ ക്ഷേമാന്വേഷണങ്ങൾ പറയുക എന്ന് സ്വന്തം പുഷ്കരൻ. പാച്ചൻ ചേട്ടനാണോ ചായ കൊണ്ടുവരുന്നത്? അതിനോട് വേറെ ആളുണ്ടല്ലോ. നിനക്കൊരു ചായ കൊണ്ട് തരുന്നതിന് എനിക്ക് യാതൊരു കുറച്ചിലുമില്ല. ഇതിനേക്കാൾ വലിയ ജോലി പാച്ചൻ ചേട്ടനുണ്ടല്ലോ. നമുക്ക് ഒരുമിച്ച് കാട്ടിൽ പോകേണ്ടതല്ലേ? അപകടം പിടിച്ച സ്ഥലത്തേക്കാണ് പോകേണ്ടത്. എനിക്ക് നിന്നോട് വൈരാഗ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറി. ഇനി നീ വിളിക്കുന്ന സ്ഥലത്ത് ഞാൻ വരും. സത്യമാണോ പറയുന്നത്? സത്യം. സത്യം പറഞ്ഞാൽ പാച്ചൻ ചേട്ടൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി കാറിൽ കയറി എന്റെ അടുത്തിരുന്നപ്പോ എനിക്ക് മനസ്സിനകത്ത് ആകപ്പാട് ഒരു അമ്പരപ്പായി പോയി. ഈശ്വരൻ സാക്ഷിയായിട്ട് പറയുകയാണ് പുഷ്കര, നിന്റെ മാത്രമല്ല എന്റെ മനസ്സിലും. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കായി വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതി. പക്ഷേ പുഷ്കര, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും നിന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴുന്നിടത്ത് ഈ പാച്ചൻ മരിക്കും. നീ എന്നതാടി പെണ്ണെ ഈ പറയുന്നത്? എന്റെ മനസ്സ് മാറാൻ എനിക്ക് കൂടോത്രം ചെയ്യണമെന്നും ഇവിടെ നിന്ന് മാറി താമസിക്കണമെന്നൊക്കെ അച്ഛനും അമ്മയും കൂടി രാത്രി ഇരുന്ന് പറഞ്ഞ ഞാൻ കേട്ടതാ അമ്മേ.
നീ പോടി പൊട്ടി പെണ്ണെ, നീ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. അല്ലമ്മേ, ഞാൻ കേട്ടതാന്ന്. അങ്ങനെയാണെങ്കിൽ അതൊന്ന് ചോദിക്കണമല്ലോ. വെറുതെ ഊഹാപോഹം വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പാടി അങ്ങനെ ഉണ്ടോ ഒരു കാര്യം? എടി പാറുവേ, പാറുവേ, എടി പാറുവേ. പാറു, ഇവളെന്തൊക്കെയാടി ഈ വന്ന് പറയുന്നത്? നിങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കാൻ പോകുന്നെന്നോ? എവളുടെ മനസ്സ് മാറ്റാൻ വേണ്ടി ഏതാണ്ട് കൂടോത്രം ചെയ്യാൻ പോണെന്നോ? എന്നതാ ആ കൂടോത്രം. അതെ അതെ, ഇന്നലെ രാത്രി അച്ഛനും അമ്മയും കൂടി ഇരുന്ന് പറഞ്ഞ് ഞാൻ കേട്ടതാ. കേട്ടോടി മണിക്ക്, ഇന്നലെ രാത്രിയില് ഞാനും അതിയാനും കൂടി ഇരുന്ന് എവിടെ കല്യാണക്കാര്യത്തെ പറ്റി പറഞ്ഞു. അപ്പൊ കുറച്ച് തെക്കോട്ട് മാറി താമസിച്ചാ കൊള്ളാമെന്നും പറഞ്ഞു. ഇതിന്റെ പേര് കൂടോത്രം എന്നാണ്. അയ്യ, അങ്ങനെ വരട്ടെ. എടാ പപ്പു, എന്നതാ അവിടെ കേസ് സാറോ? ഞാൻ പറയാമല്ലോ എന്താണെന്ന്. നമ്മൾ രണ്ടുപേരും കൂടെ ഇന്നലെ രാത്രി കിടന്നോണ്ട് ആർക്കാണ്ട് കൂടോത്രം ചെയ്തെന്ന്. ആർക്ക്? ഞങ്ങൾക്ക് നമ്മളെ മോക്ക്. അത്രയുള്ളൂ. ഞാൻ വിചാരിച്ചു നമ്മൾ ഇവർക്കിട്ട് കൂടാത്ര പറ്റുന്നു. ഏതായിരുന്നാലും നമ്മുടെ കല്യാണമൊക്കെ ഉറപ്പിച്ചിരിക്കുവാണല്ലോ. ഞങ്ങള് ഒന്ന് മാറി താമസിക്കാൻ പോവുക. അല്ലേ, അപ്പൊ പെണ്ണാള് പറഞ്ഞത് നേരാന്നല്ലോ. എന്തോടാ പപ്പു, നിനക്ക് കുറച്ച് ദിവസമായിട്ട് ഒരു മനം മാറ്റം? വല്ലത് ഉള്ളിലുണ്ടെങ്കിൽ തുറന്നു പറയണം കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. കണ്ടോ 4-5 ദിവസമായിട്ട് ഇപ്പുറത്തെ ദീപം കഴിഞ്ഞപ്പോ അവരുടെ അസൂയ കണ്ടോ? നീ എന്താ അങ്ങനെ പറഞ്ഞത്? പപ്പു ഉള്ള എന്നോട് നിങ്ങളുടെ മോന് ജോലി കിട്ടി. അത് നിങ്ങളുടെ മോക്ക് കഞ്ഞോളം കുടിച്ചു കിടക്കാന്. ഞങ്ങളുടെ മോക്ക് കഞ്ഞോളം ഞങ്ങൾ കൊടുത്തോളാം. ഒരു ഗുണം ചെയ്ത് കൊടുത്തിട്ടോ അവർക്ക് നന്ദി ഉണ്ടോന്ന് നോക്കിക്കേ. പാടി മാണിക്കാൻ, നമുക്ക് ഇവിടുന്ന് പോവാം. ഇവരേതാണ്ട് ഉള്ളിൽ വെച്ചിരുത്തുകൊണ്ട് സംസാരിക്കുക. ഇവിടെ നിന്ന വല്ലതൊക്കെ എന്റെ നാവ് ചൊറിഞ്ഞു വരും. കൊന്തി, നാളെ മുതല് എനിക്ക് ഈ വല വലിക്കാനും താത്താനും ഒന്നും വയ്യ. അതൊക്കെ താനങ്ങ് ചെയ്തു. എന്റെ പകുതി പണം ഇനി തന്നേച്ചാ മതി.
തന്റെ മക്കളും തന്നോളമാകുമ്പോ തന്നെപ്പോലെ കരുതണമെന്നാണല്ലോ പഴമൊഴി. നീ അവിടെ ഇരിക്കേ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഇരിക്കേ. എന്നാ ഒരു സിഗരറ്റ് വലി. എനിക്ക് വേണ്ട. നീ ഓരോ ദിവസവും കണക്കില്ലാതെ വലിച്ചു കൂട്ടുന്ന സിഗരറ്റിന്റെ അളവ് ഫെർണാണ്ടസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവനൊരു ചുക്കു അറിഞ്ഞൂടാ. എടാ ഫെർണാണ്ടസ്, എന്തോ നിന്നെ ഞാൻ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ ചെവിക്കുറ്റി ഞാൻ അടിച്ചു പൊട്ടിക്കും. ഞാൻ എത്ര സീറ്റ് വലിക്കുന്നതാണ് നീ അച്ഛനോട് പറഞ്ഞിട്ടുള്ളത്? അച്ഛൻ വലിക്കുന്നതിന്റെ എത്ര ശതമാനം കൂടുതലാണെന്നാണ്? അയ്യോ, ഉള്ളത് പറയണല്ലോ. വലിയ മുതലാളി പണ്ട് വലിച്ചതിന്റെ 10% പോലും കൊച്ചു മുതലാളി വലിക്കുന്നില്ല എന്നാണ് ഫെർണാണ്ടസ് പറഞ്ഞത്. പിന്നെ ഞാൻ കുടിക്കുന്നു എന്നാണ് അച്ഛന്റെ പരാതി. അമ്മ പറഞ്ഞു കേട്ടിടത്തോളം എന്റെ പ്രായത്തിൽ അച്ഛൻ കുടിച്ചത്ര ഇന്ന് ഞാൻ കുടിക്കുന്നില്ല എന്നും കേട്ടിട്ടുണ്ട്. ചേടാ, ഏത് സമയം നോക്കിയാലും അച്ഛനും മകനും കീരിയും പാമ്പും പോലെ. നിന്റെ യുക്തിവാദത്തിന് എനിക്ക് മറുപടിയില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഒന്നും തന്നെ നിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നവയല്ല. നിനക്കിന്ന് ജോലി ചെയ്യാതെ ജീവിക്കാം. ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റിയ ഒരു കാലമല്ല വരാൻ പോകുന്നത്. അച്ഛന്റെ ഈ കണ്ട സ്വത്തുക്കളെല്ലാം എപ്പോ വേണമെങ്കിലും ഗവൺമെന്റിനെ പിടിച്ചെടുക്കാം. അച്ഛൻ ഇവിടുത്തെ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്ത് ചൂഷണം ചെയ്തത്? അച്ഛൻ എന്തിനാ ദേഷ്യം പിടിക്കുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പണ്ട് അച്ഛൻ എന്ത് സ്വത്തുണ്ടായിരുന്നു? തേങ്ങാ കൊല അല്ല, ഒരു ചീന വല. അമ്മയുടെ ചെയിൻ വിറ്റ് കിട്ടിയ 100 രൂപ ഇവിടുത്തെ മീൻപിടുത്തക്കാർക്ക് അച്ഛൻ അഡ്വാൻസ് ആയി കൊടുത്തു. അതുകൊണ്ട് അവരുടെ മീനിന്റെ അവകാശം അച്ഛനായി. മീനിന്റെ വില അച്ഛൻ തീരുമാനിക്കുന്നതായി. 100 1000 1000 10,000 അച്ഛൻ ഈ കണ്ട സ്വത്തുക്കളെല്ലാം സമ്പാദിച്ചു. ഇപ്പോ ഈ കായൽക്കരയിലെ മീൻപിടുത്തക്കാരെ കാണുമ്പോ അച്ഛൻ മൂക്കുപൊത്തി നടക്കുകയാണ്. ശരിയാ, നീ പറഞ്ഞതൊക്കെ ശരിയാ. അതുകൊണ്ട് ഞാൻ എന്റെ സകല സ്വത്തുക്കളും ഇവിടെ കായക്കരയിലുള്ള മീൻപിടുത്തക്കാർക്ക് വെറുതെ എഴുതി കൊടുക്കാൻ പോവാണ്. ഒരു കാരണം അച്ഛൻ കൊടുക്കില്ലെന്ന് എനിക്കറിയാം. അച്ഛന് സ്നേഹം ഉണ്ടെങ്കിൽ അച്ഛന്റെ കൂടെ പണ്ട് ചീനവല വലിച്ചു നടന്നില്ലേ ആ പാവപ്പെട്ട പപ്പു, അയാൾക്ക് വെറുതെ 1 ഏക്കർ ഭൂമി അങ്ങ് കൊടുത്താട്ടെ. മിടുക്കൻ മിടുക്കൻ. ഓരോ ദിവസം ചെല്ലും തോറും എന്റെ മോന്റെ ബുദ്ധി വർദ്ധിച്ചു വരുന്നു. എടാ, ഈ നാട്ടിൽ നീ വേറെ ആരെയും കണ്ടില്ലയോടാ 1 ഏക്കർ ഭൂമി അങ്ങ് വെറുതെ കൊടുക്കാൻ? പപ്പു അവന്റെ മകൾക്കും കൊടുക്കാനാ ഞാൻ 2 ഏക്കർ. അച്ഛൻ ഉദ്ദേശിക്കുന്ന കാര്യം അച്ഛനോട് പറയാൻ എനിക്ക് ഭയമില്ല. പപ്പുവിന്റെ മകൾ പെണ്ണാളെ എനിക്കിഷ്ടമാണ്. അച്ഛനത് ഇഷ്ടമല്ലെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അവളെ ഉപേക്ഷിച്ച് കളയുമെന്നൊന്നും അച്ഛൻ കരുതണ്ട. എന്തുവാ അവിടെ അച്ഛനും മോനും കൂടെ ഒരു വഴക്ക്? തനിക്ക് ഒരു 2 ഏക്കർ ഭൂമി പതിച്ചു തന്നേക്കാനാ. ഉള്ളതാണോ എന്റെ ഫെർണാണ്ടസ്? അതും ഒരു സ്റ്റൈലാണോ? എന്നാ ഇതും ഒരു സ്റ്റൈലാ. എന്തോന്നാ? ഒരു സിഗരറ്റ് 5 വലിക്കും. 5 ആരാണ്? എടാ, ആരാണ്? അയ്യോ, ഞാനാന്ന് പപ്പു. ആരാണ്? അയ്യോ, ഞാന് ഇവിടെടാ വണ്ടി. ഇവിടെ എടാ പപ്പു, നിന്റെ മകളെ എന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് നിനക്ക് തോന്നിയതാണോ അതോ എന്റെ മോന് തോന്നിയതാണോ? അയ്യോ, ആര് പറഞ്ഞു കള്ളത്തനങ്ങള്? അല്ല, നീ വിഷമിക്കണ്ട. അങ്ങനെയൊക്കെ നടക്കുന്ന കാലമാണിത്. പക്ഷേ നീ എനിക്കൊരു സഹായം ചെയ്യണം. ഞാനാണെങ്കിൽ ലോകം മുഴുക്ക ചുറ്റി സഞ്ചരിക്കുന്ന ഒരുത്തനാണ്. എന്റെ മകന്റെ കല്യാണമോ മറ്റോ നടക്കുന്നുണ്ടെങ്കിൽ നീ നേരത്തെ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ പപ്പു.
ചീത്ത പറഞ്ഞോ? തല്ലിയോ? പിച്ചാത്തിക്ക് കുത്തിയാലും ഇങ്ങനൊരു വാക്കും പറയാൻ പാടില്ലായിരുന്നു. കുഞ്ഞിന്റെയും പെണ്ണാളിന്റെയും കല്യാണം നടക്കുമ്പോ ഞങ്ങളെ കൂടെ അറിയിക്കാൻ മറക്കല്ലേ എന്നൊരു കുത്തുവാക്ക്. സാരമില്ല, ഇപ്പൊ പോ. അങ്ങനെയുള്ള കല്യാണങ്ങളൊക്കെ നടക്കാറുണ്ട്. കുഞ്ഞ് ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യണം. എന്തോന്ന്? അവിടുന്ന് ഇവിടെ വന്ന് താമസിക്കാൻ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് തരണം. അത്രേ ഉള്ളൂ. പപ്പുച്ചേട്ടൻ വിഷമിക്കണ്ട, ഞാൻ പോയി തിരിച്ചു വന്നിട്ട് ഒരു വീട് എടുത്തു തരാം. ഇപ്പൊ പോ. ആ പോയട്ടെ. തനിക്ക് മനസ്സ് മാറ്റത്തിന് കാരണം എന്ത്? അയ്യോ എന്റെ കുഞ്ഞെ, എനിക്കറിയാൻ പാടില്ല. ഇപ്പൊ ഈ തോക്കെന്ന് പറയുന്ന കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാ. കുഞ്ഞിനോനായോണ്ട് ഞാൻ സത്യം പറയാമല്ലോ, എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ഒരു ഉറുപ്പിനെ പോലും നോപ്പിച്ചിട്ടില്ല. പിന്നെ ഈ ജീവിക്കാൻ വേണ്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ച് നടക്കുന്നതേ ഉള്ളൂ. കുഞ്ഞു പറഞ്ഞ കാര്യം നടത്തണമെങ്കിൽ വേറെ ആരെങ്കിലും നോക്ക്. താൻ നീ അധികം സംസാരിക്കണ്ട. ഈ കാര്യം മറ്റാരും അറിയരുത്, പ്രത്യേകിച്ച് ഇല്ല മറ്റവൻ. ഹലോ ഹലോ പുഷ്കർ. സംഭവം സാർ, ഞാനെടുത്ത ഷോർട്സ് ഒക്കെ എങ്ങനെ ഇരിക്കും? ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ. സാറിനോട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. വീട്ടിലേക്ക് പണം അയക്കുന്ന കാര്യമല്ലേ? അയക്കാമല്ലോ. അതല്ല സാർ, പിന്നെ പണമെല്ലാം കൂടി എനിക്ക് ഒരുമിച്ച് തന്നേച്ചാൽ മതി. പിന്നെന്ത്? ഞങ്ങളുടെ കല്യാണക്കാര്യം സാർ അറിഞ്ഞു കാണുമല്ലോ. പപ്പുവിന്റെ മകൾ പെണ്ണാളയല്ലേ? ഞാൻ കുറച്ച് രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു, കൊടുത്തില്ല. കൊടുക്കരുത് സാർ. സാർ സ്ത്രീധനം വാങ്ങിക്കൊണ്ട് ഞാൻ അവളെ കല്യാണം കഴിക്കില്ല. ഞങ്ങള് കുട്ടിക്കാലം മുതൽക്കേ സ്നേഹത്തിലായിരുന്നു. ഇതാണോ എന്നോട് പറയാനുള്ള കാര്യം? സാറ് വന്ന് ഞങ്ങളുടെ കല്യാണം നടത്തി തരണം. നിങ്ങൾ കല്യാണം എന്നും പറഞ്ഞ് ജോലി ശ്രദ്ധയില്ലാതാവരുത്. സാർ, എന്റെ ജോലി ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചേ ചെയ്യാറുള്ളൂ. സാർ, ഞാൻ ഇപ്പോഴത്തെ കടുവയുടെ ഷോർട്സുകൾ വേറൊരു ക്യാമറ വന്ന് എടുക്കട്ടെ സാർ? ഞാൻ നാളെ ബോംബെക്ക് പോവാണ്, ഫിലിം സ്റ്റോക്ക് നോക്കണം. നിങ്ങൾ കല്യാണവും കൊണ്ടാടും എന്നൊക്കെ പറഞ്ഞിരുന്നാൽ അയ്യോ അയ്യോ തമ്പ്ര, അങ്ങോട്ട് പോവണ്ട. എന്താ കാര്യം? ചാവണോ? കാര്യം പറഞ്ഞ മനുഷ്യ, ആ കാട്ടി പുലി വരാൻ കിടക്കണം. ആഹാ, നല്ല കാര്യം. പാച്ചൻ ചേട്ടാ, നമുക്ക് ആ പുലി പ്രസവിക്കുന്ന പടം എടുക്കണം. മറ്റാരെ കൊണ്ടും ഇത് സാധ്യമല്ല. ഏത് കാട്ടില്ല? ആ കുറ്റിക്കാട്ടില്ല. അങ്ങോട്ടെങ്ങും പോയി കാണാൻ പോവണ്ട. കാടന്മാരായ ഞങ്ങളോട് പോകത്തില്ല. ശരി, താൻ വരണ്ട, പൊയ്ക്കോളൂ. വരണം. എന്റെ സാറേ, ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളെ വീട്ടിൽ ചെലവ് കൊടുക്കാൻ ആരുമില്ല. ഞങ്ങളില്ല. നിങ്ങളൊന്ന് പോടേ. മിസ്റ്റർ പ്രതാപൻ, യുവർ വർക്ക് ഈസ് റിയലി മാർവലസ്. താങ്ക് യു സർ. ഡോക്യുമെന്ററി ചിത്രങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളെ മറികടന്നിരിക്കുന്നു. ഈ ചിത്രം ഭാരതത്തിന് തന്നെ ഭാര്യയുടെ മുതൽക്കൂട്ടായിരിക്കും. ഇത് ഞങ്ങളുടെ ഒരു ആരംഭം മാത്രമാണ്. നിങ്ങൾ ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പല അത്ഭുതങ്ങളും സൃഷ്ടിക്കാൻ സാധിച്ചേക്കും. ഓഫ് കോഴ്സ് അവർ കോപ്പറേഷൻ വിൽ ബി ദേർ ഓൾവേസ്. താങ്ക് യു വെരി മച്ച് സർ. ഓൾ ദി ബെസ്റ്റ്. ദി സെയിം. താങ്ക് യു. സാർ, ഇനി അങ്ങോട്ട് നാട്ടുകാർ പോകാറില്ല. എടോ, നീ വന്നേ. ഇവിടെ എവിടെയോ പുലി പറ്റി കിടക്കുന്നെന്ന് കേട്ടല്ലോ. ആരാണ്ട് പുലി പറ്റി കിടക്കണ ഫോട്ടോ എടുക്കാൻ പോയെന്ന പുലി പിടിച്ചെന്നാ ചത്തുന്നാ തിന്നുന്നാക്കെ പറഞ്ഞ കേട്ടു. താണ്ട ഇല്ലേ പുല്ലാഞ്ഞിക്കാട്ടിനപ്പുറ പുലി പറ്റി കിടക്കണത്. അങ്ങോട്ട് പോകണ്ട കേട്ടോ, അപകടമാണ്. ഇനി നമുക്ക് തിരിച്ചു പോകാം സാർ. ആ, നമ്മുടെ പാച്ചനല്ലയോ വരുന്നത്? അതേ കുഞ്ഞ്. നീ എവിടെയായിരുന്നു? എന്റെ ക്യാമറ എവിടെ? എന്റെ പൊന്നു കുഞ്ഞെ, ഞാനും പുഷ്കരനും കൂടെ കൂടി ഒരാഴ്ചയായി ഒരു മരത്തിന്റെ മുകളിൽ കയറി ആ ക്യാമറയും കൊണ്ട് ഒരേ ഒരു ഇരിപ്പാണ്. പുഷ്കരൻ മരിച്ചില്ലേ? എന്തിനു മരിക്കണം കുഞ്ഞെ? പാവം വിശന്ന് തളർന്ന് രാവും പകലുമില്ലാതെ ഒരേ ഒരു ഇരിപ്പാണ്. അടിയിലാണെങ്കിൽ പുലി പ്രസവിക്കാനും കിടക്കണം. ഓഹോ, അത് ശരി. ഈ പുലി എവിടെയാ പ്രസവിച്ച് കിടക്കുന്നത്? ഒന്ന് കാണാൻ സാധിക്കുമോ? അല്ലാതെ പറയാനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. എവിടെയാണ് സംഭവം? ആ മലയുടെ മുകളിൽ കയറി നോക്കിയാ കാണാം. കുഞ്ഞു വരുന്നോ? പോവാം, നമുക്ക് പോവാം.
ആവോ ഇന്ന് 5-6 മീൻ കിട്ടി. എടി ഇതിനകത്ത് ഒരു 5-6 മീൻ എടുത്താ തെക്കേക്കാർക്ക് കൊടുത്തേടി. എന്തു അടി മിണ്ടാതെ കുത്തിയിരിക്കുന്നത്? പറഞ്ഞത് കേട്ടില്ലേ? എടി ഇതിനകത്ത് 5-6 മീൻ എടുത്താ തെക്കേക്കാർക്ക് കൊടുക്കാൻ. ഓ ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമില്ലാത്തവരുടെ മീനൊന്നും വേണ്ട. ദൈവം സഹായിച്ചേ ഒരു വള്ളവും വലയും ഒക്കെ മേടിക്കാൻ ആരുടെയും പുറകെ വിട്ടു പോവുകയും വേണ്ട. എന്റെ പാറു, ഞാൻ എന്റെ മോന്റെ കാര്യം ഓർത്തോണ്ടിരുന്ന് പോയതാ. നിങ്ങൾക്ക് ഇത്തിരി മീൻ തരാതിരിക്കാനുള്ള വകതിരിവേടൊന്നും ഞങ്ങൾക്കില്ല. അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, അവള് പറയുന്നത് കേട്ടില്ലയോ? വകതിരിവ് വേണമെന്ന്. എന്തിനാ അമ്മ രാവിലെ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? അമ്മയ്ക്ക് കിറുക്കുണ്ടോ? നീ പറയാണെന്ന് എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട. ഇതാണോ പുഷ്കരന്റെ വീട്? അവിടെ ചെന്ന് തിരക്ക്. പുഷ്കരന്റെ വീട് ആ കാണുന്ന. ഇത് തന്നെ. എന്തോ വേണം? ഞങ്ങൾ 100 വട്ടം പുഷ്കരനോട് പറഞ്ഞതാ കാട്ടിലോട്ട് കയറി ഈ പടവെടുപ്പ് വേണ്ട വേണ്ട എന്ന്. എന്റെ മോൻ എന്ത് പറ്റി? കാര്യം എന്താന്ന് പറ. പുലി പ്രസവിക്കുന്നത് ഷൂട്ട് ചെയ്യാൻ കാട്ടിലേക്ക് പോയതാ. അപ്പോഴേ കാട്ടുമക്കൾ പറഞ്ഞതാ പോകരുതേ പോകരുതേ. എന്റെ മോൻ എന്ത് പറ്റിയെന്ന് പറ. 3-4 ദിവസമായി പുഷ്കരൻ കാട്ടിൽ കയറി. ഇന്നലെ വരെ വരുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ കാത്തിരുന്നു. പക്ഷെ ഇപ്പോ കാട്ടുമക്കൾ പറയുന്നു പുഷ്കരനെ പുലി പിടിച്ചത്. പുഷ്കരൻ മരിച്ചു എന്ന് നിങ്ങൾ അറിയുന്ന സമയത്ത് പുഷ്കരൻ മരിച്ചിട്ടില്ല. പുലി പ്രസവിക്കുന്ന ഷോർട്സ് എടുക്കാൻ വേണ്ടി പുഷ്കരൻ പാച്ചനോടൊപ്പം കാറ്റിലുണ്ടായിരുന്നു. നീ അവനെ കണ്ടുമുട്ടുന്നത് എങ്ങനെയാണ്? കൂടെ പോയ പാച്ചനും മരിച്ചോ? അവനും മരിക്കാനാണ് സാധ്യത. കാരണം പുലിയുടെ പ്രസവം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന പുഷ്കരന്റെ മരത്തിലേക്ക് മറ്റൊരു പുലി കയറി ചെല്ലുന്നതും പുഷ്കരന്റെ മേൽ ചാടി വീഴുന്നതും ഞാൻ കണ്ടതാണ്. അയ്യോ എന്റെ മോനെ. എങ്ങനെയോ എന്റെ കയ്യിലുള്ള ക്യാമറ ഓണായി പോയി. അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. നീ വല്ലതും പറഞ്ഞൊന്ന് സമാധാനിപ്പിക്ക. ഇനിയിപ്പൊ കരഞ്ഞിട്ട് എന്തിന്? വരാനുള്ളത് വഴി തങ്ങുമോ? കഷ്ടമാ പുഷ്കരൻ പച്ച ജീവനോടെ എന്റെ മുമ്പ് നിൽക്കുന്നെന്ന് എനിക്ക് തോന്നുന്നു. കഷ്ടം. ഒരു മനുഷ്യനെ പുലി പിടിക്കുന്നത് ഫിലിം ചെയ്യുന്നതിനേക്കാൾ എത്ര വേഗം നിനക്ക് ആ പുലിയെ വെടിവെച്ച് കൊല്ലാമായിരുന്നോടാ. എനിക്ക് എന്ത് ചെയ്യണമെന്നോ ഞാൻ എന്ത് ചെയ്യുന്ന ഒരു ബോധം ഉണ്ടായിരുന്നില്ല. മുതലാളി, ആണും പെണ്ണുമായിട്ട് ഞങ്ങൾക്ക് അവൻ ഒരുത്തനെ ഉണ്ടായിരുന്നുള്ളൂ മുതലാളി. കൊച്ചു മുതലാളി അവനെ വിളിച്ചുകൊണ്ടുപോയ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ കണ്ണ് തോർന്നിട്ടില്ല മുതലാളി. കല്യാണത്തിനുള്ള കോടി വരെ ഒരുക്കി വെച്ചിരിക്കുവായിരുന്നു മോനാണ്. കരയാതെ ഒന്തി കരയാതെ. എടാ, ഈ മനുഷ്യന്റെ കാര്യത്തെ പറ്റി ആർക്കും ഒന്നും പറയാനില്ല. ഞാൻ ആ പഴയ കാര്യങ്ങൾ ഓർത്തു പോവുകയാണ്. നീയും ഞാനും ഇവനും കൂടി പണ്ട് ചീന വല വലിച്ച് നടന്ന ആ കാലം. എന്റെ ആശ എന്റെ മകനെ പഠിപ്പിച്ചൊരു ഡാക്ടർ ആക്കണമെന്നാ. അവൻ എവിടെ? എന്തോ ഞാൻ എന്റെ മോളെ ഈ വയറ് കഴുകുന്ന പണിക്കൊന്നും അയക്കത്തില്ല. അവളെ പഠിപ്പിച്ചേ ഞാൻ വക്കീലാക്കി. അപ്പോഴേ നിങ്ങളുടെ മക്കള് വല്ല വക്കീലോ അപ്പാത്തിക്കരിയോ ആകുമ്പോ എന്റെ മോന് ഒരു കമ്പൗണ്ടർ വേലയോ ഒരു ഗോമർത്തന്റെ ജോലിയോ കൊടുക്കണേ. നോക്കാം, ആലോചിക്കാം. അല്ല, ഒരു വലിക്ക് എനിക്കും താടാ. ഓ, മുഴുവനും ഒഴിച്ചു. മുഴുവൻ വലിച്ചു തീർക്കല്ലേ? അവനും കൂടെ കൊറ കെട്ടുകാർ വരെ വലിച്ചു തീർക്കണം. പ്രതാപൻ,
ഇറ്റ്സ് ആൻ അഡ്വഞ്ചറസ് കവറേജ്. നല്ലൊരു ഡോക്യുമെന്ററി. താങ്ക് യു സാർ. നിങ്ങളുടെ ഈ അഭിനന്ദനങ്ങൾ എന്നെ കോരിത്തരിപ്പിക്കുന്നുണ്ടെങ്കിലും എന്റെ മനസ്സ് ചുട്ടുപൊള്ളുകയാണ്. ഒരു മനുഷ്യ ജീവിതം എന്റെ കൺമുമ്പിൽ വെച്ച് പൊലിഞ്ഞു തീരുന്നത് കണ്ടുകൊണ്ട് സാരമില്ല മിസ്റ്റർ ചന്ദ്രൻ. കോടാനുകൂടി ജനങ്ങൾ ജനിക്കുന്നു, മരിക്കുന്നു. മിസ്റ്റർ ചന്ദ്രൻ, എഗ്രിമെന്റ് പ്രകാരമുള്ള ചെക്ക്. സോ ഗുഡ് ലക്ക്. താങ്ക് യു. ഇനി പെണ്ണുങ്ങളെ ഇങ്ങോട്ട് പാടി അപ്പടെ ഒരു യാത്ര യോജിപ്പ്. എടാ പപ്പു, എന്നാലും എന്റെ പപ്പു ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ട് പോവാതിരിക്കത്തെ കൊണ്ട് ഞാൻ എന്ത് അപരാധം ചെയ്തടാ നിനക്ക്? നിങ്ങൾ വലുതാവുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളടാ. ഒരു കാര്യം നീ മറക്കരുത് പപ്പു, കമ്പവല വലിച്ചു പൊക്കുന്ന കയറേല് എന്റെയും നിന്റെയും കൈവെള്ളയിലെ തൊലി ഒരുമിച്ച് ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടടാ. ഇടാ കോന്തി, നീ എന്തിനാടാ കരയുന്നേ? നിനക്ക് തോന്നുമ്പോ അങ്ങോട്ട് മാറരുതോ? അത് തന്നെ. എടി മാണിക്കേ, നീ വന്ന് ഞങ്ങളോട് 5 ദിവസം താമസിക്ക്. വേണ്ട, ഈ കായലി മീനുള്ളിടത്തോളം കാലം ഞങ്ങൾ എങ്ങനെങ്കിലും ജീവിച്ചോളാം. വന്നാട്ടെ. എന്റെ മോള് വല്ലപ്പോഴും ഒക്കെ ഇതിലെ വരണേ. എന്റെ മോൻ. അല്ലേ, അവള് വീണ്ടും പഴമ്പുഴാണോ പറഞ്ഞോണ്ട് അങ്ങ് നിക്ക. എന്നോട് പാടി. എടി ഒന്നിങ്ങോട്ട് വരാനെ. എടാ അയ്യപ്പ, ഇത് കണ്ടോടാ? കണ്ടോ? അല്ലേ, ഇത് കൊച്ചു മുതലാളിയുടെ പടമാണല്ലോ. ആ, എന്റെ മോന്റെ പടം. എന്തൊക്കെയാ മുതലാളി ഇതിലെ ഇംഗ്ലീഷിൽ അടിച്ചു വെച്ചിരിക്കുന്നത്? മിസ്റ്റർ പ്രതാപൻ, സൺ ഓഫ് ഫിഷ് കിങ് റാണ. അതിന്റെ മലയാളം എന്താ മുതലാളി? മത്സ്യരാജാവായ റാണയുടെ പുത്രൻ മിസ്റ്റർ പ്രതാപൻ. അവൻ ക്യാമറയിൽ കൂടി ധീരതയും അത്ഭുതവും കാണിച്ച് ലോക റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നു. അച്ഛന്റെ മകൻ തന്നെ. ഒരു പക്ഷേ എന്നേക്കാൾ കൂടുതൽ ലോകം അവനെ അറിഞ്ഞെന്ന് വന്നേക്കും. അറിയും. അവൻ എന്റെ മകനല്ലേ? സംശയമുണ്ടോ? നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഇതൊക്കെ ശരിയാണെങ്കിലും എനിക്കൊരു വലിയ സങ്കടമുള്ളത്. അതെന്താ മുതലാളി? അവൻ ആ പീക്കിരിപ്പടിനെ തന്നെ കല്യാണം ചെയ്യൂ എന്ന് നിർബന്ധം പിടിച്ചു നിൽക്കുന്നതിനാണ്. അതൊരു സ്റ്റൈലാണ് മുതലാളി. റാണ പുഷ്കിങ്ങിന്റെ മകൻ പ്രതാപചന്ദ്രൻ, ലോകപ്രസിദ്ധൻ, പാവപ്പെട്ടവളായ ഏറെയായ ഒരു ഗ്രാമീണ കുശലത്തെ, കുശലമല്ല കുശവ, കുസുമം, കുശലം, അതും ഒരു സ്റ്റൈലാണ് മുതലാളി. ധനം മോഹിക്കാതെ വിവാഹം കഴിക്കാൻ പോകുന്നു. ആ, നാളത്തെ അമേരിക്കൻ പത്രത്തിലെ ടെലിവിഷനുകളിൽ കൊച്ചു മുതലാളിയുടെ ഫോട്ടോകൾ കാണാവുന്നതായിരിക്കുന്നത്. ഇവന് ഒട്ടാണ് മുതലാളി, അതും ഒരു സ്റ്റൈലാണ് മുതലാളി. ഗുഡ് മോർണിംഗ് ഡാഡി. മോനെ വാ വാ ഇരിക്കെ. എന്തായി? സക്സസ്. റഷ്യസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എടാ, നീ പപ്പുവിനോടും കോന്തിയോടും ചെന്ന് പറ, ഈ പുഷ്കരനെ പുലി പിടിച്ചില്ലേ, അത് എന്റെ മോൻ സിനിമയിലാക്കി ആ പടമെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വൈകുന്നേരം 4 മണിക്ക് കൃത്യസമയത്തിന് ഇവിടെ വന്നാൽ എല്ലാവർക്കും ഇത് കാണാമെന്ന് പറ. വേഗം പോടാ. നമ്മുടെ ചെറ്റക്കുടിലും ഈ മണിമാളികയും തമ്മിലുള്ള വ്യത്യാസം. എന്റെ ദൈവമേ, എന്റെ തല കറങ്ങുന്നു. നിന്റെ തലയല്ല കറങ്ങുന്നുള്ളൂ. നോക്ക്, ഇത് കറങ്ങും. ഇതിന്റെ പേരാണ് പാൻ. പാൻ. ഈ സ്വിച്ച് ഇട്ടാൽ ഇത് കറങ്ങും. ഷോക്കടിക്കും. ഇത് കറണ്ടും ഷോക്കും കൂടെ ചേർന്നുണ്ടായിട്ടുള്ള. ഞാൻ നടത്താൻ പോവാണ്. സൂക്ഷിച്ച് നിന്നോ. ഞാൻ നിർത്താൻ പോകും. ഇതൊക്കെ ആരുടെ ഭാഗ്യം കൊണ്ടുണ്ടാകാണെന്ന് നിനക്ക് പറയാമോ? ആരുടെ ഭാഗ്യം കൊണ്ടുണ്ടായത്? എന്റെ മകളുടെ ഭാഗ്യം. എന്നാലും അവള് പിറന്നത് എന്റെ വയറ്റിലല്ലയോ? എടി പെണ്ണാളെ, എടി ഇങ്ങോട്ട് വാടി. എടി ഇടയിലൊക്കെ ഒന്ന് കേറി ഇരിക്കടി. ആ, എന്തൊരു സുഖം. ആരാണ്? ഞാനാണ്. ഞാനേ ആ പഴയ കുടിലിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴാ വിവരം അറിഞ്ഞത് പുതിയ വീട്ടിലോട്ട് വന്നിരിക്കുന്നെന്ന്. പിന്നെ വലിയ മുതലാളി പറഞ്ഞിരിക്കുന്നത് ഇന്ന് 4 മണിക്ക് ഏതാണ്ട് ഒരു സിനിമ എന്തോന്നൊന്ന് കാണിക്കുന്നുണ്ട്, അത് കാണാൻ വരണം.
പിന്നെ സിനിമ കാണാൻ വരണമെങ്കിലേ ആ കാർ ഇങ്ങോട്ട് കൊടുത്തയക്കണമെന്ന് പപ്പു പറഞ്ഞായിട്ട് കൊച്ചുമുതലാളിയെ പോലത്തൊന്ന് പറഞ്ഞത് പറയാമേ കാറില്ലാതെ പപ്പു പോകും. പിന്നെ പാവു പോവോ? സ്റ്റാർട്ട് ചെയ്യട്ടെ അച്ഛാ. ഓ ലവടാടോ അങ്ങോട്ട് നോക്ക്. ഫെർണാണ്ടസ് ലൈറ്റ് ഓഫ് ചെയ്. മോളെ പെണ്ണാളെ നീ കണ്ണു നോക്ക്. പെണ്ണാളെ പെണ്ണാളെ കണ്ണു വെക്ക്. പ്രതാപ, ഈ ചിത്രം കൂടി കണ്ടിട്ട് എനിക്ക് ബലമായ സംശയം തോന്നുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, പുഷ്കരൻ ആ പെണ്ണിനെ സ്നേഹിച്ചിരുന്നോ? ഉവ്വ്, ഞാനത് പിന്നീടാണ് അറിഞ്ഞത്. അറിഞ്ഞിട്ട് എന്തുകൊണ്ട് നീ പിന്മാറിയില്ല? സത്യം പറ, ആ പെണ്ണിനെ കിട്ടണമെന്നുള്ള ദുരാഗ്രഹമല്ലേ നിന്നെ കൊണ്ട് ചെയ്യിച്ചത്? അച്ഛൻ എന്തൊക്കെയോ സംശയിക്കുന്നു. സംശയമല്ലടാ, എന്റെ മകൻ ഒരു പെണ്ണിനെ മോഹിച്ച് ഒരു മനുഷ്യന്റെ ജീവൻ നശിപ്പിച്ചവനാണെന്ന് അറിയുന്നത് സഹിക്കാനൊക്കില്ല. നീ എന്നെ പലതും പഠിപ്പിച്ചു, പക്ഷെ നീ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. ഹലോ, ഡാക്ടർ, നിങ്ങളൊക്കെ വെളിയിലോട്ട് മാറി. എല്ലാവരും വെളിയിലോട്ട് മാറി. എല്ലാവരും അമ്മേ, പുഷ്കര ചേട്ടാ. പെട്ടെന്നുള്ള ഷോക്ക് കൊണ്ട് ഉണ്ടായതാണ്. 2-3 ദിവസത്തിനകം മാറിപ്പോകും. ഡാക്ടർ, ഇവളുടെ ചികിത്സയ്ക്ക് വേണ്ടി എത്ര പണം ചെലവാക്കാനും ഞാൻ തയ്യാറാണ്. ഇതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല. മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പെട്ടെന്ന് വിവാഹം കഴിപ്പിക്കുന്നതും നല്ലതാണ്. പ്രതാപനാണോ ഇവരെ വിവാഹം കഴിക്കാൻ പോകുന്നത്?
നീ എന്താ ഒരു ഭ്രാന്തിയെ പോലെ ഇരിക്കുന്നത്? നിനക്കെന്നെ മനസ്സിലായോ? പുഷ്കരൻ ചേട്ടനല്ലേ? അതെ അതെ, നാളെ നമ്മുടെ വിവാഹം നടക്കാൻ പോവാണ്. നീ ഒന്ന് ചിരിക്കൂ. എന്നാണ് കേട്ടോടാ അയ്യപ്പ, ഞങ്ങളുടെ മകളുടെ കല്യാണത്തിന് ഞങ്ങൾ കണ്ട ആപ്പയും ഊപ്പയൊന്നും വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വേണ്ട വേണ്ട, നമ്മുടെ ജാതിക്കാരെ ഒട്ടും വിളിക്കണ്ട. പ്രത്യേകിച്ച് ആ മാണിക്യം കോന്തിയെ അടുപ്പിക്കേ വേണ്ട. വേണ്ട. അതായത് ഞങ്ങളെ പോലെ നിലയും വിലയുള്ള ആളുകളെ മാത്രമേ വിളിക്കാൻ ഉദ്ദേശിക്കുന്നു. ആ എന്നാ ഞാൻ ഇറങ്ങട്ടെ. എടാ പപ്പുവേ, ആ കോന്തിയ എടാ പപ്പുവേ, നീ ഭാഗ്യവാനാടാ പപ്പുവേ. നിങ്ങൾ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം കുറെ ദിവസത്തേക്ക് ഞങ്ങൾ കണ്ണിന്റെ ചിത്രം കൂട്ടിയിട്ടില്ലടാ. ആരാണ് അവിടെ വാച്ചർ ചോദിക്കാതെയും പറയാനും ഓരോരുത്തരും അകത്തേക്ക് പറഞ്ഞയക്കുന്നത്? ആരെയാടാ നീ വഴക്ക് പറയുന്നത് പപ്പു? അല്ല, ഓരോരുത്തരും അവരുടെ തന്തയുടെ വകയാണെന്ന് പറഞ്ഞില്ലേ അകത്തോട്ട് കയറുന്നത്? പപ്പുവേ തിപ്പുവേ അവനെ മണി വെച്ചത് പിന്നെ. അയ്യോ, ആരെങ്കിലും വിവരക്കേട് പറഞ്ഞായിരിക്കും. ക്ഷമിച്ചു കളയടാ പപ്പു. ഞാനേ നിന്റെ മകളുടെ കല്യാണത്തിന്റെ തിരക്കിൽ ഞങ്ങളെങ്ങാൻ ക്ഷണിക്കാൻ മറന്നുപോയാലോ എന്ന് ആലോചിച്ച് ഇറങ്ങി പുറപ്പെട്ടതാ. നീ ക്ഷണിച്ചില്ലെങ്കിലും നീ ക്ഷണിക്കാൻ മറന്നാലും ഞങ്ങൾ വരും കല്യാണത്തിൽ പങ്കുപോകും. ഞങ്ങൾ അങ്ങനെ അന്യഥ ആരെയും വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അന്യഥ? അതെ അതെ, അന്യഥ. അന്യഥക്കാരെ ആരെയും വിളിക്കണമെന്നില്ല, എങ്കിലും നമ്മുടെ ആ പ്രദേശത്തുള്ള വള്ളക്കാരെയും മലക്കാരെയും വിളിക്കാതിരിക്കാൻ ഒക്കുവോളാം പപ്പു. പെണ്ണാളെന്തി അവിടെ കാണാൻ പറ്റത്തില്ല. നിങ്ങളിപ്പോ അങ്ങോട്ട് പോകണ്ട. നിങ്ങൾക്ക് വേറെ യാതൊരു ജോലിയില്ലേ മനുഷ്യ? നിങ്ങളെയൊക്കെ അവിടെ കാണുവാണെങ്കിൽ ആ ചെറുക്കന്റെ കാര്യം ഓർമ്മ വരും. ദൈവത്തെ ഓർത്ത് ഇവിടുന്ന് പോയിട്ടാ. എന്തുവാടാ പണം ഉണ്ടായി കഴിഞ്ഞപ്പോ ഈ ഭാവവ്യത്യാസം? ഒരു കാര്യം നീ മറക്കരുത്, ഒരു മുറി വീടി രണ്ടാക്കി വലിച്ചു നടന്നവരാണ് നമ്മള്. ഞാൻ പോകുന്നടാ, ഞാൻ പോകുന്നു. എന്തായി? അവരെയൊക്കെ കണ്ടോ? പാറു എന്താ പറഞ്ഞു? കണ്ടു മാണിക്ക്, അവരെല്ലാം നല്ല നിലയിലായി. നിന്നെ പ്രത്യേകം ചോദിച്ചു. കല്യാണത്തിന് 5-6 ദിവസം മുമ്പേ വന്ന് നമ്മളെ വിളിക്കുമെന്ന്, നമ്മൾ അവിടെ ചെന്നിരുന്ന് കല്യാണം നടത്തി കൊടുക്കണമെന്നും ഒക്കെ പറഞ്ഞു. നിങ്ങൾക്ക് കാപ്പിയൊക്കെ തന്നോ? എന്താ? ഇല്ല, എനിക്കവരെ വിശ്വാസമല്ല. ആറാണ് മുതലാളിയുടെ മോന് പെണ്ണാളിനെ കെട്ടണമെന്ന് ആശ വെച്ചപ്പം മുതൽ അവരുടെ മനസ്സ് മാറിയതാ. പിന്നെ എല്ലാം വേഷമായിരുന്നു. എന്റെ മോനെ കൊല്ലിക്കാൻ കാട്ടിലേക്ക് അയച്ചത് വരെ അവരാ. നമുക്ക് അവരുടെ കല്യാണവും കൂടെ അവരുടെ സ്നേഹവും വേണ്ട. അല്ല മോണിക്ക്, അവര് കല്യാണം വിളിക്കട്ടെ വിളിക്കാതിരിക്കട്ടെ, പെണ്ണാളുടെ കഴുത്ത് താലി വയ്ക്കുന്നത് കണ്ട് കണ്ണും മനസ്സും നിറയേണ്ടത് നമ്മുടെ അടി, അല്ലെങ്കിൽ അവളുടെ ചങ്ക് പൊട്ടും. പെണ്ണാൾ എന്നും നമ്മുടെ മോള് തന്നെ. നമുക്ക് പോണം മാണിക്ക്. പെണ്ണാളിന്റെ അസുഖം എങ്ങനെ ഇരിക്കുന്നു? ഓ, അങ്ങനെ വലിയ അസുഖമൊന്നുമില്ല. പിന്നെന്തുവാ, ആരോടും മിണ്ടാട്ടോ ഉരിയാട്ടോ ഒന്നുമില്ല. കല്യാണം കഴിഞ്ഞാൽ അങ്ങ് മാറുമായിരിക്കും. അണ്ട അകത്തിരിപ്പുണ്ട്. പെണ്ണാളെ, നീ വലിയ ഭാഗ്യവതിയാണ്. ഇന്നെനിക്ക് 1,00,000 രൂപയുടെ ചിറ്റ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ നിന്റെ പേരിൽ ബാങ്കിലിടാൻ പോവാണ്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ നിനക്ക് എത്ര സാരി വാങ്ങിച്ചു തന്നു, അതൊന്നും ഉടുക്കാത്ത എന്താണ്?
നീ എന്തോന്നും മിണ്ടാത്തത്? നീ ഊട്ടി പോയിട്ടുണ്ടോ? പെണ്ണാളെ, നമുക്ക് ഊട്ടിയിലൊക്കെ ഒന്ന് പോകണം. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ. ശരി, നിന്നെ ഞാൻ ശല്യം ചെയ്യുന്നില്ല. ആ മാല അങ്ങോട്ട് എടുത്തു കൊടുക്കാം. പെണ്ണാളെ, നിങ്ങളെപ്പോലുള്ള വലിയ ആളുകളുടെ മുമ്പിൽ വെച്ച് ഈ ധിക്കാരം കാണിച്ചിട്ട് നോക്കിയിരിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഈ ആക്ഷേപം ഞാൻ സഹിക്കില്ല. ഇവനെ ഞാൻ വെടിവെച്ചു കൊല്ലും. ഓ, വെടിവെച്ച് കൊല്ലുമല്ലേ? ക്രൂരനായ ഒരു മൃഗം മനുഷ്യനെ ചവച്ചു തുപ്പുന്ന പടമെടുത്തു. എന്നിട്ട് അത് വിറ്റ് പ്രശസ്തി സമ്പാദിച്ചു. ഒടുവിൽ സ്നേഹിക്കാത്ത പെണ്ണെയും തട്ടിയെടുക്കാൻ ശ്രമിച്ചു. നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ മനുഷ്യനാണോ? മോനെ, 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 എന്റെ പൊന്നോനെ, വാടാ, വാ, നമുക്ക് ഇവിടുന്ന് പോവാ മോനെ. പ്രതാപ, നിനക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷേ എന്നെയും നിന്നെയും അവർ തോൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതെ, കൈക്കരുത്തില്ലാഞ്ഞിട്ടാ. നീ മുണ്ടരുത്. എടാ മോനെ, മനുഷ്യന്റെ വേഷത്തിലും ഭാഷയിലും അല്ല മാറ്റം വരുത്തേണ്ടത്. അവന്റെ മനസ്സാണ് മാറേണ്ടത്. മനസ്സ്.